ഏയ് ദേ അച്ഛൻ വന്നു മോളെ. വാ വാ വാ. എവിടെ ആയിരുന്നു? നല്ല ആളാ. എന്തൊരു പോക്കാ മനുഷ്യ. പിള്ളേരെ കാത്തു കാത്തു മടുത്തു. പിള്ളേർക്ക് മാത്രമേ മടുത്തുള്ളൂ, നിനക്കൊട്ടും മടുത്തില്ലേ? ഇവര് കേക്കും. അവര് കേക്കട്ടെന്നേ, അവര് നമ്മുടെ പിള്ളേരില്ലയോ അല്ലേ? മറ്റവന്മാരെത്തിയേ ശരത്തേ. ആ ഇത് കണ്ടോ? ഓ ഇത് എന്തുവാടാ ഇത്? എന്റെ മോനെ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയതാ. ആണോ? അല്ലേ? ദൈവമേ, ഇവനെ പഠിപ്പിച്ച് ഒരു IAS കാരനാക്കും. എന്നിട്ട് ചെറ്റ വീടൊക്കെ പൊളിച്ചു കളഞ്ഞ് ഈ ലോറിയും കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല ചുമന്ന ലൈറ്റ് വെച്ച സർക്കാർ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമല്ലടാ. ദേ മോനെ, പുതുശ്ശേരിക്ക് ആ ഉത്സവം വരുമ്പോ മോന് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അവിടുന്ന് വാങ്ങിച്ചോ. അച്ഛൻ വാങ്ങിച്ചു കേട്ടോ. ഓ ശോടാ, അച്ഛൻ മറന്നുപോയല്ലോടാ മോനെ. ഇട പിണങ്ങാതടാ മോനെ. അതെ, മറ്റു സാധനം അതെന്താ? അതൊക്കെ ഉണ്ടേ. ഇട വാടാ. അച്ഛനും മോനും എന്തോ ഒരു ഒളിച്ചുകളിയുണ്ട്. ഞാൻ അറിയാത്ത മറ്റേ സാധനം എന്താ? നീ അറിയാത്ത മറ്റേ സാധനേ തൽക്കാലം നീ അറിയണ്ട. ക്രിക്കറ്റ് ബാറ്റാ അമ്മച്ചി. ഓ, അവനെ ഇപ്പൊ ദ്രാവിഡാക്കാൻ പോവാ. ഞാൻ വിചാരിച്ചു പഠിക്കാനുള്ള വല്ല പുസ്തകമായിരിക്കും. അച്ഛാ, ചേട്ടൻ വലിയ കളിക്കാരനാണ് മാഷുമാര് പറയുന്നത്. കേട്ടല്ലോടി ഇവള് പറഞ്ഞത്. നാളെ ഇവനൊരു രാഹുൽ ദ്രാവിഡാവില്ല എന്ന് ആര് കണ്ടു? പിന്നെ വളയം പിടിച്ചുണ്ടാക്കുന്ന കാശ് മക്കൾക്ക് വേണ്ടി ചെലവാക്കിയാലേ വീട് പട്ടിണിയാവും. കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കട്ടെ, എന്നാലേ പഠിക്കൂ. നിനക്ക് എന്തറിയാടി, ഒന്ന് ബോഡിയോടുന്നു. ഡാ പെണങ്ങല്ലേടാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. ഓ അവൻ്റെ ഒരു പിണക്കം. ദേ നീ പറഞ്ഞ ബാറ്റച്ചൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ വണ്ടിയിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തോ. പിള്ളേരെങ്ങനെ നശിപ്പിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. എടി പോത്തെ, ഇവര് നമ്മുടെ മക്കളല്ലേ. ഇവരുടെ ഇഷ്ടം നമ്മളല്ല, അവന് വേറെ ആരും സഹായിച്ചു കൊടുക്കും. പിന്നെ കഴുതേ ഇവള് കയറി പൊടിയാത്ത് ഒരമ്മ നടക്കുന്നു. വാ മക്കളെ. പ്രഭാകരൻ വന്ന നിലയ്ക്ക് എന്തെങ്കിലും കുടിക്കാതിരിക്കുന്നത്. അല്ല, ഒരു കണക്കിന് പ്രഭാകരൻ വന്നത് നന്നായി. എങ്കിലേ പൂരം ഒന്ന് കൊഴുക്കൂ. ശരിയാ പ്രഭാകരാ. പ്രഭേ, ഇതാരൊക്കെയാ? എല്ലാരും ഉണ്ടല്ലോ. ഇതെന്തുവാ? കോട്ടയം കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, ഇനി പുതുശ്ശേരിക്കാവിലെ പൂരം കഴിഞ്ഞേ വരുള്ളൂ ഞങ്ങൾ കരുതിയത്. അതെന്നാ തോന്നല കേട്ടാ. ഈ പ്രഭാകരനില്ലാത്ത എന്നാ പൂരമാ ഇവിടെ. അതുകൊണ്ടല്ലേ റെസ്റ്റ് പോലും ഇല്ലാതുള്ള ഓട്ടം മുഴുവൻ ഈ വണ്ടി ഓടി തീർത്തിട്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത്. അല്ലെങ്കിൽ തന്നെ പൂരത്തിന് ഞാൻ വന്നില്ലെങ്കിൽ എന്റെ പിള്ളേര് സമ്മതിക്കുമോ? കോലകൾ രണ്ടുമൂന്നെണ്ണം നമ്മുടെ ശങ്കരൻ തീർത്തു വെച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ ഊരിൽ നിന്നിറങ്ങാനാ തീരുമാനം. അയ്യോ, ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. തോന്നിയോന്നോ? തോന്നിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് അല്പം ചെലവുള്ള കാര്യല്ലേ. അതിപ്പോ ഞാനെന്നാ ചെയ്യാനാ? ഞങ്ങളുടെ കൈ 10 പൈസയില്ല പ്രഭേ. നിന്നോടല്ലാതെ ആരോട് പറയാനാ? ഓ, എന്നാലും ഇപ്രാവശ്യത്തെ പുറപ്പാട് നമ്മുടെ ഊരിയും തന്നെ ആണല്ലോ. മോശമായ നമുക്ക് തന്നെ നാണക്കേട്. ഞാൻ പുറകെ അങ്ങോട്ട് വരാം, നിങ്ങൾ ചെല്ല്. ഞങ്ങൾ ആൾത്തറ കാണുവേ. മക്കളെ, അവിടെ ഇരുന്ന് വികൃതി കാണിച്ച് ഉടുപ്പൊന്നും അഴുക്കാക്കല്ലേ. അച്ഛനും ശരത്തേട്ടനും ഇപ്പൊ ഇങ്ങെത്തും. സുഖുവോ? ചേച്ചി എന്താ സുഖു? ചേച്ചി ഈ വണ്ടിയിലോട്ടൊന്ന് കേറാ. അയ്യോ, അതെങ്ങനെയാ? ചേട്ടൻ ഇപ്പൊ വരില്ലേ എന്നെ പിള്ളേരെ പൂരത്തിന് കൊണ്ടുപോവാൻ? ചേട്ടനൊന്നും വരത്തില്ലെന്നേ. ചേച്ചി വണ്ടിയിലോട്ട് കേറ. അതെന്താ സുഖു? നീ എന്താ ഒളിപ്പിക്കുന്നുണ്ടല്ലോ? ചേച്ചി അത് ആശുപത്രിയില്. ആസ്പത്രിയിലോ? എന്താ സുഖു? ആസ്പത്രിയിൽ എന്താ? ചേച്ചി കുട്ടികളെ വണ്ടിയിലോട്ട് കേറ. അയ്യോ മക്കളെ വാ. ആസ്പത്രിയിൽ എന്താ സുഖു? ഒന്ന് പറയാ. അവിടെ അല്ല മോളെ, ഇഞ്ഞു വാ. ஐயா வணக்கம். ஐயா வந்துட்டாரா? ஐயா காப்பாத்துங்க ஐயா. எல்லாம் முடிஞ்சிட்டாரே. எல்லாம் போயிட்டாரு ஐயா. எல்லாமே
எல்லோருக்கும் வணக்கம். வணக்கம் ஐயா. வணக்கம் ஐயா. ഉക്കാർ. കഴിഞ്ഞ 25 വർഷമായി ഈ സുബ്രഹ്മണ്യം കള്ള് കച്ചവടം നടത്തുന്നു. എൻ്റെ മദ്യം കഴിച്ച് ഇവിടെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. കള്ളിൽ മായം ചേർത്തത് എന്നോട് ശത്രുതയുള്ളവരാണ്. പക്ഷേ ഈ നാടിന്റെ രോദനത്തിന് മുമ്പിൽ ഈ ചെറായ സുബ്രഹ്മണ്യം കരഞ്ഞു പോകുന്നു. ഇത് മാപ്പർഹിക്കാത്ത തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങളെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ചിന്താക്കുഴപ്പത്തിലാണ് ഞാൻ. ഈ നഷ്ടങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി, കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഇടിഞ്ചു പൊളിഞ്ചു വീണ വീടുകൾ പുനർനിർമ്മിക്കുക, ഉപരിപഠനത്തിന് ഏർപ്പെടുന്നവർക്ക് അതിനുള്ള ധനസഹായം, എല്ലാം സ്വയം ഏറ്റെടുക്കാൻ ഒരു ലാഭേച്ഛയുമില്ലാതെ இந்த ചെറായ സുബ്രഹ്മണ്യം തയ്യാറാവുകയാണ്. നാളെ മുതൽ നിങ്ങളുടെ എന്താവശ്യവും എന്നോട് വന്ന് ചോദിക്കാം. മരണപ്പെട്ടവരെ തിരിച്ചു തരുന്നൊഴിച്ച് നടക്കുകയല്ലോ മുടിയാത്. അച്യുതാ, ഓ ഓരോരുത്തരെയും വിളിച്ചെന്ത തുക അങ്ങ് കൈമാറ്. ശരി വരിയാരേ. பெரியவரே, உங்க கல்லை சாப்பிட்டு என்னோட கண்ணிന് காய்ச்ச போயாச்சு. குடிக்கிறது முன்னாடி ஒரு குழப்பமும் இல்லாருன்னு எல்லாம் போயாச்சு. தலைவரே, നമ്മുടെ മാന്തോപ്പക്കെട്ട് താമസിക്കാൻ വന്ന പുതിയ പാർട്ടിയാ. ഇവങ്ക പൊണ്ടാട്ടിയ உங்களுக்கு தெரியும். സരള. தெரியும் தெரியும். அந்த குஷ்பு மாதிரி உள்ள பொண்ணு தானே. അവക്ക് കുശുമ്പ് ഇത്തിരി ജാസ്തി ആയിട്ടുള്ള ആളാ. കുശുമ്പല്ലടാ, കുഷ്ബു. എല്ലാവനോട് വീട്ടിൽ ചെന്ന് പണി കൊടുക്കാന്ന് சொல்றா. ആരെങ്കിലും തട്ടിപ്പോയാൽ തന്നെ രക്ഷിക്കാം. എന്നടാ പുരിയില്ലേ? കണ്ണ് ദാനം ചെയ്യാൻ ആരെങ്കിലും വേണ്ട മുതലാളി. നമ്മുടെ കണ്ണിപ്പം നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമോ? ഇനി ഇപ്പൊ മുതലാളിക്ക് സമ്മതമാണെങ്കിൽ മുതലാളി അങ്ങോട്ട് തുറന്നു കൊടുക്ക്. அப்படி ஒன்னும் சொல்லக்கூடாடா. இந்த கண்ணு தான் எனக்கு முதல். இதும் போயாலும் அடேங்கப்பா, எனக்கு யோசிக்க முடியாதுடா. കണ്ടോ ഗോപി, പാവം അദ്ദേഹം കരയുന്നു കണ്ടോ. கூப்பிட்டு கொர்றா. ശരി പെരിയവരെ. പുതുശ്ശേരിക്കാവ് ഇ കെ പ്രഭാകരന്റെ ഭാര്യ വനജ. ചെല്ലു മോളെ, ചെല്ല്. മോളി ഇന്ന് വാങ്ങിയില്ലേ? മോള് വാ. அடேங்கப்பா, அடிச்சுட்டானே ஃபர்ஸ்ட் பிரைஸ். வாம்மா வா. வாம்மா. அழகான பொண்ணோட லைஃப் இந்த மாதிரி ஆயலோ கடவுளை, என்னால தாங்க முடியாது. டேய் குடுறா. அம்மா செல்லம், பேர் என்ன? ശരണ്യ. அப்படியா? பார்த்தா படிச்ச பொண்ணு மாதிரி. என்ன ஹெல்ப் வேணுங்கிலும் என்னோட கேளுங்க. ஐயோ அழாதம்மா, அழாதம்மா. இந்த பிடிக்க சந்தோஷமா இருக்கு. கடவுளே, போமா போ. டேய், அடுத்த ஆளை கூப்பிடுறா. കീഴാറ്റൂർ ശശി ഭാര്യ അംബുജം. யாரம்மா அம்புஜம்? எல்லாமே போச்சையா. போமா. கடவுள் காப்பாத்தையா. என்னடா இது? അടി കിടപ്പുണ്ട് സാറേ. അടിയിലോ? വൃത്തികേട് പറയുന്നോ? അല്ല സാറേ, ആശാന്റെ അവിടെ. എന്നാ വിളിക്കടാ ആശാനെ. എന്താ വാടാ കിടന്ന് കൂവുന്നത്? കൂശാനാ കൂശാനെന്ന് പറഞ്ഞു. അടി കിടന്ന് പണിയുന്നതിന്റെ വേദന എനിക്ക് അറിയത്തുള്ളൂ, അത് നിന്ന് പണിയുന്നതിന് അറിയത്തില്ല കേട്ടോ. ആശാനെ പോലീസ്. ആ വണ്ടി കൊണ്ട് പോളിഷ് ചെയ്യടാ. അതല്ല ആശാനെ, പോലീസ്. പോലീസോ? അതെന്തിനാ? ഞാനതിന് വണ്ടി കൊണ്ടൊന്നും ടൗണിൽ പോയില്ലല്ലോ. ഒരാഴ്ചത്തേക്കുള്ള സാധനം ഞാൻ ബീബ്രേജിൽ നിന്ന് മേടിച്ച് ഇവിടുന്ന് അടിക്കുകയും ചെയ്തു. ആശാനെ, ആശാനെ എന്നെ പെറ്റി വരാൻ ഒരു സാധ്യതയില്ലല്ലോടാ. ആലോചിക്കാതെ ഇറങ്ങി വാ, പണിയാണെന്നാ തോന്നുന്നേ. എടാ, ഇതിന്റെ അടിയിൽ കിടന്നൊരു പണിയെ നിനക്ക് കാണാൻ വയ്യേ? നിന്റെ കണ്ണാ തന്നെ കുരുവാണോ? പോലീസ് കീലീച്ച് നമ്മുടെ വണ്ടി അതാ ദോ ആ കിടക്കുന്നതാണേ. അത് പോലീസ് ജീപ്പല്ലേ? സാറ് കാക്കയില്ലാത്തോണ്ട് എനിക്ക് മനസ്സിലായില്ല. അത് പണിയാണോ സാറേ? അതേടാ, അത് നിനക്കൊട്ടൊരു പണിയോ? ജോഷി,
അവനെ കൊണ്ടുപോവാ. മത്തുബേബിയോ? ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവൻ കൊണ്ടുവന്ന വണ്ടി എവിടെടാ? ഏത് വണ്ടിയാ സാറേ? എടാ സ്പിരിറ്റ് കിടത്തി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പണം നല്ലവും പറഞ്ഞത്. അയ്യോ, ഇവൻ വണ്ടി കൊണ്ട് സമയം എപ്പോഴാടാ? ആരൊക്കെടാ വണ്ടിയിലുണ്ടായിരുന്നോ? നിനക്കെന്താടാ സ്പിരിറ്റ് കിടത്തുമായിട്ട് ബന്ധം? എന്റെ പൊന്ന് സാറേ, ഈ ദ്രോഹിയായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കൊണ്ട് ഈ വർക്ക്ഷോപ്പിൽ വരും, പണിയിപ്പിച്ചിട്ട് അങ്ങ് പോകും. വർക്ക്ഷോപ്പിൽ വരുന്നതോട് എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാറേ. നിനക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല? ഇല്ല സാറേ. സത്യം പറഞ്ഞോളാം. തിങ്കളാഴ്ച രാവിലെ ഒരു 11 മണി, അതാ സമയം. ഇവന്റെ കൂടെ പക്ഷേ ആരും ഇല്ലായിരുന്നു സാറേ. ദേ ഇവന്റെ വണ്ടി വരെ പണിതിട്ടിരിക്കുക. പണതലോട്ട് കാശ് നിർത്തില്ല സാറേ. സാറിന് പറ്റുമെങ്കിൽ ആ പണത പൈസ ഒന്ന് മേടിച്ചു തരാമോ? പിന്നെ എന്തിനാടാ ഇവനോട് സ്പിരിറ്റ് ഇറക്കിയത്? പിന്നെ ഒരു അല്പം എനിക്ക് അവൻ മണപ്പിക്കാൻ തന്നുള്ള നേരാ. ഇടയ്ക്കിടയ്ക്ക് അവനെ എനിക്ക് മണപ്പിക്കാൻ തരുന്നതുവാ. ഞാൻ മണപ്പിക്കുകയും ചെയ്യും. അതിപ്പോ കാലിനാണെങ്കിലും സന്തോഷത്തോടു കൂടി തരുമ്പം എങ്ങനെയാ സാറേ വേണ്ടത് പറയുന്നത്? പോരാത്തതിനന്ന് 1-ാം തീയതി കൂടെ ആയിരുന്നേ. മതി മതി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്ന്. അയ്യോ സാറേ ചതിക്കല്, പണിയുണ്ട്. പണി തരാൻ പറ്റും ഞാൻ നോക്കാം. നീ ഒരു മണ്ണാങ്കട്ടം പറയണ്ട, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്ന് കേറണം. വണ്ടി വിട. ജെനിയന്റി, ബേബി ചാന്റെ കാര്യം അറിഞ്ഞോ? ഇല്ല. ഇല്ലേ? ലെന ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോയതാ. മിട്ടു പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറ. അത് ബേബി ചാൻ ഒരു വണ്ടി പണിയാൻ തന്നിരുന്നു. അതിപ്പോ പോലീസുകാർ ബേബി ചാനെയും കൂട്ടി വന്ന് വണ്ടി കൊണ്ടുപോയി. കൂടെ നമ്മുടെ ആശാനെയും കൊണ്ടുപോയി. വണ്ടി എന്തോ റെന്റിനെടുത്തിട്ട് സ്പിരിറ്റോ മറ്റോ കടത്തിന്നാ പോലീസുകാർ പറയുന്നത്. അതിനിപ്പോ ഞാനെന്ത് വേണം? രണ്ടാളും ചെന്ന് ഇറക്കി കൊണ്ടുവരണോ? അയാൾ നന്നാവില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ആളാ. നാടിനും വീടിനും കൊള്ളാത്ത ഇത്ര വൃത്തികെട്ടവൻ. അല്ല, നിന്റെ ആശാൻ ഇത് എന്തിന്റെ കേടാ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു കുഞ്ഞെ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കേൾക്കാം മത്തി ബേബിയുടെ ഭാര്യയും മകളും പരലോകത്തെത്തിയത്. നിന്റെ ആശാൻ പോയി തൂങ്ങട്ടെ. അയാളെ വർക്ക്ഷോപ്പിൽ കയറ്റരുതെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഒടുവിൽ നിങ്ങൾക്ക് തന്നെ അയാൾ അന്തകനാവും. നോക്കിക്കോ. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടാ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. ഇനി എന്റെ മോളുടെയും ദേഹത്തെങ്ങാനും കൈവച്ചാൽ അയാളെ വെട്ടി ഞാൻ 2 തുണ്ടമാക്കും. മാടി. കേറാൻ എന്നെ എളുപ്പമായിരുന്നു, ഇറങ്ങാൻ എന്നെ പാടാ. പോവാണോ? എഞ്ചിനീയറെ, നിന്നെ തന്നെയാടാ. ഇങ്ങോട്ട് പാടാ. എടാ, നിനക്ക് വല്ല കാര്യമുണ്ട് ആ പെണ്ണുമ്പിള്ളയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്? ഓ കഷ്ടം. ഒന്ന് വെറുതെ ഇരിക്കുവാ പേട്ടാ. നന്നായി പഠിക്കുന്ന കുട്ടിയാ. എന്റെ പെങ്ങളുടെ ക്ലാസ്മേറ്റാ. 10ാം ക്ലാസ്സിൽ 95% മാർക്കുണ്ടായിരുന്നു. അല്ല, നീ ഇത് ആരുടെ കാര്യ പറയുന്നത്? തള്ളയുടെ ആണോ അതോ മോടെയാണോ? ആരുടെ ആയിരിക്കും? അതെനിക്കറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അത് മനസ്സിലായില്ലെങ്കിലേ പപ്പേട്ടാ, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ആക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ആക്കുന്നില്ല. മോനിയോട്ട് വന്നേ. ദോ ആ സൂര്യൻ കണ്ടോ? ആ സൂര്യൻ തെളിഞ്ഞെങ്കിലേ സാഗരത്തിന് ഇത്രയ്ക്കും ചന്തം ഉണ്ടാവും. മനസ്സിലായി മോനെ. തുടങ്ങി പപ്പേട്ടന്റെ ഒടുക്കലത്തെ ഒരു സാഹിത്യം. ഓക്കെ, നിനക്ക് സാഹിത്യം ഇഷ്ടമില്ലെങ്കിൽ ഞാനത് പറയുന്നില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്നത് സാഹിത്യമല്ല. നമ്മുടെ ആശാനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഒന്ന് വിളിച്ചു ചോദിക്കാന്നുള്ള മര്യാദ നമുക്കുണ്ടല്ലോ. ആ ദോ കിടക്കുന്ന ഇന്ത്യക്ക കാറില്ലേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കണ്ട. അത് നീ ഒന്ന് പണിയാൻ നോക്കിയേ. ആശാന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത്യാവശ്യത്തിന് ആശാനെ ഈ ഫോണിൽ തപ്പിയാലും കിട്ടിയല്ല. ആ കിട്ടി. കാരുണ്യ, ഇന്നത്തെ കാരുണ്യ. ഇന്ന് 2 എടുക്കുന്ന കാരുണ്യ. ഒരു സാധനം മേടിക്കാൻ പോയി പറയണ പോടാ. ഞങ്ങൾ പിന്നെ എന്താണ് ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആരാന്നറിയോ? പഞ്ചായത്ത് മെമ്പറാ. ആളറിയാതിരിക്കാൻ വെച്ചിരിക്കാ. അത് കണ്ടോ? അന്ന നാടാ 4ാമത്തെ പ്രാവശ്യമായി കൊണ്ടുപോകുന്നത്. ഇതിന് മാത്രം എന്തിനാ ഈ സാധനം? അമ്പലത്തിലെ വെളിച്ചപ്പാടാ. പുള്ളിയുടെ വാള് കളഞ്ഞു പോയിട്ടെ ഒരെണ്ണം അടിച്ചിട്ട് വാള് വെക്കാൻ വേണ്ടി വന്നിരിക്കാ. തളല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ആശാനല്ലേ?
ആശാനോടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ക്യൂവിലാടാ. ക്യൂവിലോ? പോലീസ് സ്റ്റേഷനിൽ വല്ല ജാഥാക്കാരെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. ധൈര്യമായിട്ട് ആശാൻ മുമ്പോട്ട് ചെന്നോ. എസ് ഐയുടെ മുമ്പിൽ ചെന്നാലേ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. അവര് പ്രായത്തെ ബഹുമാനിക്കും. ജനമൈത്രി ഇവിടെ ഒരു മൈത്രി ഇല്ല. എല്ലാവരും ആക്രാന്തമാ. അയ്യോ, തല്ലി വാങ്ങിക്ക് ഇത്രയ്ക്ക് ആക്രാന്തോ? അവിടെ എന്നെ ഒരു ഒച്ച കേൾക്കുന്നത് ഇടിയായിരിക്കും അല്ലേ? ഇടി എങ്ങനെയാലും സഹിക്കാം, പക്ഷെ ഈ തള്ള സഹിക്കാൻ വയ്യാത്തത്. എന്നെയാണെങ്കിൽ വിറയ്ക്കാനും തുടങ്ങും. എന്നാ ഒരു കാര്യം ചെയ്യ്, വരുന്ന വഴിക്ക് ആ ബീവറേജ് 2 അടിച്ചാൽ മതി. അപ്പൊ വിറവലങ്ങ് മാറിക്കോളും. ബില്ലടിക്കുന്നവന് ഭയങ്കര സ്ലോ, പൊരിയുന്നവനെ കൊച്ചച്ഛന്റെ മോനാന്നാ പറയുന്നത്. മുന്നിൽ നിൽക്കുന്നവന് 3-4 കുപ്പിയും കൊണ്ട് പോകുമ്പോ എനിക്ക് സങ്കടം വരുന്നടാ. ചേട്ടാ ഒന്ന് വേഗം എടുക്കാട്ടാ. എനിക്കൊന്നും പിടി കിട്ടുന്നില്ലല്ലോ. ആശാന് തെറ്റിയോ അതോ എനിക്ക് തെറ്റിയോ? അല്ല, ആശാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷൻ അല്ല, ബീവറേജിന്റെ ക്യൂവിലാ. അയ്യോ, അപ്പൊ പോലീസുകാർ ആശാനെ വെറുതെ വിട്ടോ? പിന്നെ എപ്പോഴാ വിട്ട്? നമ്മുടെ ആശാനെ പോലീസുകാർ വിട്ടെന്ന് ഇപ്പൊ തറവാട്ടിലുണ്ട്. എവിടെ? ബീവറേജിലുണ്ടെന്ന്. ഓ അങ്ങനെ. ഓക്കെ ആശാനെ, 2 മാറ്റോട് നേരെ ഇങ്ങോട്ട് പോരും. നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം. പിന്നെ വിളിക്കാം. മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ എൻട്രൻസ് എഴുതുന്ന കാര്യം. ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നും ഒക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടം മേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചൊവ്വുള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ ഭേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്. അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ, നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യമേ, അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിലിരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത്, ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പം വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ? ഹേയ്, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ, ഊണ് കഴിക്കാം. അങ്ങനെ ജാക്കി വേല ഇതിന്റെ ഒരു ദിവസം പോയി കിട്ടി. ഇനി വന്നേ. എന്റെ കാശൊന്നും ഇല്ല കേട്ടോ. നീ നമ്മുടെ പയ്യനല്ലേ. നീ നിന്റെ ചങ്കി തൊട്ട് പറ, എന്നെ വിശ്വാസം ഇല്ലേ? നീ എന്നൊന്ന് മിണ്ടാതിരിക്കുന്നേ. പൈസ നാളെ മതി. എന്നാ നീ വിട്ടോ. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. എടാ, എന്റെ കാശില്ലഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തരുവോ? ഓക്കെ, വിട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, റൈറ്റ്. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഇതെന്താ ലെനക്കുട്ടിയായിരുന്നു മോളെ. ആശാൻ ഇച്ചിരി പൂസ. ആശാന്റെ പേരിൽ പ്രശ്നം വല്ലതുണ്ടോ? എൻ്റെ പേര് ഇനി കേസുണ്ടായാൽ എന്നാ ചോദിക്കാനും പറയാനും ഈ ആശാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലൊരു മോൾ എനിക്കുണ്ടായിരുന്ന കഥയൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കെട്ടിയോള് ചൊവ്വില്ലാതായിപ്പോയി. മോളെ, ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിയനായതല്ല. രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഇവിടെ വിലയില്ലാതായിപ്പോയി. ഓരോരുത്തരുടെ കുറവ് മുതലെടുത്ത് അവസാനം കുപ്പത്തൊട്ടിലെറിയും. അതായി ലോകം. എൻ്റെ മക്കളിങ്ങി വന്നേ. ഇത് ആശാൻ ടച്ച് സിങ്ങിന് മേടിച്ചതാണെങ്കിലും എൻ്റെ മോളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരട്ടെ. വേണ്ട വേണ്ട ആശാനെ. അങ്ങനെ എൻ്റെ പൊന്നുമോള് പറയരുത്, ഞാൻ കൂടൂല. പിടി. ആശാനത്തിന് കഞ്ഞി കൊണ്ട് വരട്ടെ. ഈ വയറ്റിൽ കഞ്ഞി അലർജിയാ മോളെ. വേഗാത്ത ചോറ് വെന്ത് കിട്ടുമെന്നല്ലാതെ എനിക്കൊരു ഗുണവുമില്ല. നന്ദിയുണ്ട്.
നിങ്ങളെങ്കിലും ചോദിച്ചല്ലോ കഞ്ഞി കുടിക്കുന്നോന്ന്. ഇനി വന്നേ. ഇവളുണ്ടല്ലോ, ഇവളെ നമുക്കൊരു ഡോക്ടർ ആക്കണം. ഇവിടെ അപ്പം 10 വീട് പോയി പണി നോക്കാൻ പറ. എൻ്റെ കുഞ്ഞിനെ ആശാൻ പഠിപ്പിക്കും. ഈ മഞ്ഞു കൊള്ളണ്ട. എൻ്റെ മക്കൾ പോയി കിടക്ക്. ചെല്ല്. തള്ളെ കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോവും. ചെല്ലു മോളെ. ആശാനും ഇവിടെ എവിടെയല്ലോ ഒന്ന് ചുരുണ്ട് കൂടട്ടെ. മിട്ടു, വണ്ടിക്ക് ക്ലച്ചും ബ്രേക്കും കുറവാ. നീ ഒന്ന് നോക്കണേടാ. ഒന്ന് പണിതോണ്ടിരിക്കല്ലേ, വണ്ടി ഇട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അളിയാ ഒന്ന് വേഗം ചെയ്ത് തരണേടാ. ഓട്ടോ ഉള്ളതാ, അല്ല നമ്മൾ പട്ടിണിയാവും. ആ നോക്കാടേ. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട് ബായ്. പെട്ടെന്ന് ആളെ കണ്ടില്ല. ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ദേ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ച വേലായുധനാശാന്റെ വർക്ക്ഷോപ്പ്. ആ ഇതാരാ? അതൊന്നും എനിക്കറിയില്ല, വഴി വെച്ച് കണ്ടതാ. നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഓക്കെ, അപ്പം ശരി എന്നാ. ആശാനെ കാണാൻ വന്നതാണോ? അതെ, പക്ഷെ ആശാന് മുൻപരിചയമൊന്നുമില്ല. ഇവിടെ അടുത്തൊരു കടയിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. വരുമാനം തീരെ കുറവാ. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. ഓ അത് ശരി. ഏതായാലും എൻ്റെ അടുത്ത് വന്ന് ചേർന്നത് നന്നായി. പപ്പേട്ടിൻ്റെ അടുത്ത് എങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേനെ. അതൊക്കെ പോട്ടെ, പണി വല്ലതും അറിയാവോ? വർക്ക്ഷോപ്പിൽ ഇതുവരെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. പേരെന്താ? ശരൺ. എൻ്റെ പേര് മിട്ടു. ആശാന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എടാ, ഒരാളെ കൂടെ നിർത്താൻ ഇത് വലിയ വർക്ക്ഷോപ്പൊന്നും അല്ല. പണിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. വേലായുധനാശാൻ അറിയുന്നവരൊക്കെ എനിക്കിട്ട് പണിതിട്ടേ പോവും. അല്ല, കാണാൻ കുറച്ച് വർക്കത്തിലെന്ന് കരുതി പണിക്കൂലിയുടെ കാര്യത്തിൽ ബംഗാളിയെക്കാളും തീരെ കുറവാ. ഈ വേലായുധനാശാനെ അറിയാവുന്നവരൊക്കെ കടവും പറഞ്ഞിട്ട് അങ്ങ് പോവും. താനങ്ങ് ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ, എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? യോഗ്യനാണെന്ന് കണ്ടാ തോന്നൂലോ. അല്ല, വേറെ പണിയൊന്നും താൻ തേടിയില്ലേ? ഇല്ല ആശാനെ. അതെന്നെ അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാണ്ടല്ല, അതിന് വല്ല പഠിത്തം വേണ്ട ആശാനെ. കുറഞ്ഞൊരു 10ാം ക്ലാസ്സെങ്കിലും ഉണ്ടോ? ആള് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസമെങ്കിലും നിർത്താം ആശാനെ. നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂലിയൊന്നും ഇപ്പൊ തരത്തില്ല. തന്നെ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. അത് മതി ആശാനെ. പിന്നെ കിടക്കാനാണെങ്കിൽ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് AC റൂം വേണം, എനിക്ക് കംഫർട്ട് ബെഡ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തരത്തില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കൂടെ ദൈവനും കാണും. ഇതുപോലെ പണ്ടൊരുത്തൻ ഇവിടെ നിന്നിട്ട് എൻ്റെ ജാക്കി ഉൾപ്പെടെ പലതും അടിച്ചുകൊണ്ട് പോയതാ. അങ്ങനെ അങ്ങാണ് സംഭവിച്ചാ എൻ്റെ തനി സ്വഭാവം താൻ തിരിച്ചറിയും. പറഞ്ഞേക്കാം. ഒരിക്കലും ഇല്ല ആശാനെ, ഞാനൊരു ബുദ്ധിമുട്ട് ആശാൻ ഉണ്ടാക്കില്ല. ഇവനെ കൂടാതെ വേറൊരു വേട്ടാവളിയും കൂടി ഉണ്ട് ഇവിടെ. അവനെ കൂടെ കിടത്തുന്നത് നീ സൂക്ഷിച്ചോണം. ഇവനെല്ലാം പറഞ്ഞു തരും. വിളിച്ചോണ്ട് പോ. അല്ല, നീ കള്ളു കുടിക്കോ? കള്ളു കുടിക്കില്ല ആശാനെ. അപ്പം നിന്നെ ഈ വർക്ക്ഷോപ്പിന് ആവശ്യമില്ല. എടാ, കള്ളു കുടിക്കാത്ത ഒരുത്തനെ എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും? ആശാനെ വിളിച്ചോണ്ട് പോ. വാ നടക്ക. ഞാൻ പറഞ്ഞില്ലേ ആശാ സമ്മതിക്കുന്നു. എവിടാ പാന്ന പൂശാൻ? അയാളോട് പറഞ്ഞേരെ ദേവിക്ക് ജാമ്യം കിട്ടിയെന്ന്. പോലീസ് സ്റ്റേഷൻ കുറെ കണ്ടതാ. അമ്മച്ചി, അപ്പച്ചൻ വർഷപ്പ് ഒന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. ആ മനുഷ്യൻ ആർക്ക് സ്വൈരം കൊടുക്കൂലെന്നാ തോന്നുന്നത്. നീ വാ. കേട്ടടാ, കിടന്ന് കുറയ്ക്കാതെ. ബേബിക്ക് മത്ത് പിടിച്ചെന്ന് എനിക്കറിയാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കായിരുന്നു. ബേബിക്ക് ആരുടെ അവതാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് നല്ല പിടിയുണ്ട് മുകളില്. ആശാൻ ഇതുവരെ മനസ്സിലായാലും തോന്നുന്നു. പിന്നെ നിന്റെ പിടിക്കിച്ചിരി ഊക്ക് കൂടുതലാ. എടാ, മാനവ മര്യാദക്ക് ജീവിക്കാൻ നോക്കണം. അതെണ്ടി തിരിഞ്ഞങ്ങ് നടക്കുക. നിന്നോളം വളർന്നൊരു മോളില്ലേ നിനക്ക്? ഇങ്ങോട്ട് മാറിക്കേ. അതേ, സൃഷ്ടിച്ചാ മാത്രം പോരാ, ഉണ്ണാനും ഉടുക്കാനും അല്പം മനസ്സമാധാനം കൊടുക്കണം. തന്തേ അതും പറഞ്ഞ് നടക്കുക. ആശാനെ, ആശാൻ എന്തിനാ ഈ കാലപാടനോട് സംസാരിക്കുന്നത്? കയ്യൊക്കുള്ളവരുണ്ടല്ലോ ഇവിടെ. ആ ചെകിട്ടത്തൊന്ന് കൊടുത്തിട്ട് പുറത്തിറക്കി ഇവിടെ ഇയാളെ. മോളെ, നീ ഇവരുടെയൊക്കെ ധൈര്യത്തിലെ കിടന്ന് വിളയുന്നെന്ന് എനിക്ക് അറിയാം.
മാറടി. നിന്നെ ഭൂമിക്ക് വേണ്ടി വെച്ചക്കത്തിലടി. കുറച്ച് നാളായി ഇതേ സഹിക്കുക. എന്റെ നാശം കാണാൻ വേണ്ടിട്ട് ഇവിടെ കാത്തിരിക്കുക. മാറടി. വർക്ക്ഷോപ്പിലെ കൂത്താട്ടം ഞാൻ അവസാനിപ്പിക്കാടി. കുറെ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നത്. മാറിക്കടി. നിന്നെ കൊന്നാലും എന്നോട് ആരും ചോദിക്കത്തടി. മാറിക്കട അങ്ങോട്ട്. വേണ്ട, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഈ കൈ ഒന്നുകൂടി പൊക്ക്. പൊക്കിയാ നീ എന്ത് ചെയ്യടാ? നിന്നെ പച്ചയ്ക്ക് കൊത്തി നുറുക്കും ഞാൻ. എന്താ സംശയമുണ്ടോ? പെണ്ണുങ്ങളെ തല്ലുള്ള ശീലം തനിക്കുള്ളൂ. നല്ല ആണുങ്ങളെ താൻ കണ്ടിട്ടില്ല. താൻ വലിയ തന്റെ അടിയല്ലേ? പൊക്കടാ. ഇന്നു മുതൽ ഈ മുഖം ബേബി മറക്കലടാ. ഓർത്തു വെച്ചോ. ദേ ഈ മുഖം കൂടി. ബേബി നിന്നെ ഒന്നും പേടിച്ചു പോവല്ലടാ. നമ്മൾ നേർക്കുനേറൊന്ന് കാണും. ആശാന്റെ പുതിയ അവതാരത്തോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. നിന്നെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? നീ പണ്ട് മണ്ണപ്പിച്ചുണ്ട കാര്യം പറയണോ? പോടാ പോടാ അവിടുന്ന്. നീ പോ. മോളെ 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 മാറിക്കടാ. മോളെ മോളെ ആശാനെ എന്റെ മോളെ. വണ്ടി വിളിക്കടാ. എന്തായാലും കർത്താവ് തുണച്ചു. 6 സ്റ്റിച്ചുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണ് കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണിൽ ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാ കാട്ടിയത്. എന്താ അമ്മച്ചി അപ്പച്ചന് നമ്മളോട് ഇത്ര ശത്രുത? ഞാനിപ്പോൾ വീടും സ്ഥലവും വിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്? കടം വീട്ടാതെ പലിശ കയറി മൂടിയുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ അത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്. ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളെ വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ? അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. മോന്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ളൊരവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ? അവര് മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോ എനിക്ക് എൻ്റെ പെങ്ങളെ കാണുമെന്ന് തോന്നും. അതങ്ങനെയാ. മോളെ ആശാൻ വന്നല്ലോ. എന്നാ ഞാനങ്ങോട്ട്. നീ അവിടെ പോവാ. നീ അവിടെ നിൽക്ക് മോളെ. 2 ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ ഈ മൂട്ടിലെ പൊടി തട്ടിക്കളയുന്നതേ അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അതവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ. അവിടെ. ഓ, അവിടെ. അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ? എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. ശരൺ 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 അല്ലേ? എന്തായിരുന്നു പ്രകടനം! ഹോ, സത്യം പറഞ്ഞ എൻ്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി ഒളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാൾ വരുന്നത് ദേ ഇപ്പോഴാ.
എന്റെ പൊന്നുമോനെ ഉമ്മ. ഉമ്മ. ആ അത് പോട്ടെ, ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻ്റെ വില ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ ആ എന്നാ ഉടുക്കാനുള്ളതൊന്നും എനിക്ക് വിൽക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുകൊണ്ട്, പിന്നെ പപ്പന് പുറത്തിച്ചിട്ട് പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ. നമുക്കൊന്ന് ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കണം. ശരി അച്ഛനെ. എന്നാ വാ മോളെ, എടുത്ത് കഴിച്ചോണം. ശരീരമൊക്കെ മൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും, ഒന്ന് മയങ്ങിക്കോ. നല്ല വേദന ഉള്ളതല്ലേ. എൻ്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല, എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തൻ്റെ അമ്മയെ അയാള്... എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ... ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി എന്താണെങ്കിലും അതേ നടക്കൂ. ലേന, ഓപ്പ് ഇതിൻ്റെ അകത്ത് എന്നെ പണിയാനായിട്ടാ? മൂലവറ്റം പവർ ഹൗസ് കിടക്കുന്ന പോലെയാ കിടക്കുന്നത്. ജാമ്പുവാന്റെ കാലത്തെ വണ്ടി 3-4 പഴയ സ്പാൻഡർ തരും, എന്നിട്ട് റോട്ടിൽ കിടക്കുന്ന വണ്ടി പോയി പണിതോളാനാ പറയുന്നത്. എന്നെ ചെയ്യാനെ, ഞാൻ നല്ല പണിക്കാരനായി പോയി. ഞാനല്ല, വേറെ ആരും ആശാനില്ല. ആക്സിൽ ഒടിഞ്ഞൊരു ഇനിയിപ്പം പിടിച്ചെന്ന് നോക്കാം. ചിലപ്പോൾ ശരിയായെങ്കിലോ? ശരിയാകത്തില്ല. മനുഷ്യനെ മനക്കെടുത്താനായിട്ട്. ഇതാരേത്? എന്താ ആ നീ ആയിരുന്നു. എടാ പോയി നടക്കില്ല കേട്ടോ. ഇതിന്റെ ആക്സിൽ ഒടിഞ്ഞാ. നീ ആശാനെ വിളിച്ച് പറഞ്ഞാൽ അവിടെ ഒരു വണ്ടി കൊണ്ടുവന്ന് വെച്ച് എന്നെ കെട്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ, അല്ലാതെ എന്നെ കൊണ്ട് നടക്കില്ല. പപ്പേട്ട നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് മത്ത് ബേബി ഒന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ആശാൻ ആശുപത്രിയില്ല. അയ്യോ ആശാന് വാ, പപ്പേട്ടൻ കേറിക്കോ. നീ ഒരു കാര്യം ചെയ്യ്, നീ വിട്ടോ. ഞാൻ ഈ വണ്ടിയുടെ ഓണർ ഒന്ന് വിളിച്ച് പറഞ്ഞേച്ചേ വന്നേക്കാം. അല്ലെങ്കിൽ ആക്രിക്കാർ വല്ലതും പൊക്കോട്ട് പോകും. ഇനി പൊക്കോ. ആ നിർത്തി. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്റെ ആശാനെ. അയ്യോ, എന്നാ പോക്കാ പോയത് ആശാനെ. പപ്പനെന്താ ഇവിടെ? ശരിയാ, പപ്പനാണല്ലോ. പിന്നെ കിടന്ന് കരയുന്നേ? എന്റെ വല്ലൊരു ചത്തോ? അയ്യോ അന്നേ, ഈ നാട്ടിൽ എന്തോരം മാന്യന്മാരുണ്ടായിരുന്നു, അവരുടെ കൈകൊണ്ട് ചാകാൻ പാടില്ലായിരുന്നു ആശാനെ. അയ്യോ, എന്തോരം പണി ആചാര്യനെ പഠിപ്പിച്ചു, പക്ഷെ ചാക്കി വെക്കാൻ മാത്രം ആചാര്യനെ പഠിപ്പിച്ചില്ല. അയ്യോ, അവസാനമായിട്ട് ഈ മുഖം ഒന്ന് ഞാൻ കണ്ടോട്ടെ. ആലായിരുന്നു ആശാന്റെ മുഖം എവിടെയാ? അയ്യോ, ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ 2 തുള്ളി പ്രാണിയെ വായിലേക്ക് ഒഴിച്ചു തരായിരുന്നു. കുഴിയിലേക്ക് എടുക്കുമ്പോ ആശാൻ അതൊരു ആശ്വാസമായേ. അയ്യോ, ഇനി ആശാന്റെ കെട്ടിയോളെ വർഷവും ഒക്കെ ഞാൻ തന്നെ നോക്കേണ്ട വരുമല്ലോ. ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് അടിക്കാനായിട്ട് എനിക്ക് ആരാണോ ഉള്ളത് കൂടെ. ആരാ മരിച്ചത്? എന്റെ ആശാൻ മരിച്ചു പോയി ആശാനെ. അല്ല, ഏത് ആശാനാ? അപ്പൊ ആശാൻ മരിച്ചില്ലായിരുന്നോ? ഞാനോ? അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആശാൻ ഏതാണ് ആശാനെ? നിന്റെ അമ്മയുടെ നായര്. വർഷോപ്പിൽ പഠിക്കാൻ പറഞ്ഞാ പഠിതാ പോരെ, തിരിച്ച് നടക്കണോ? ആ ചാക്കോ, ഇക്കാര്യത്തിൽ രാഷ്ട്രീയക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പറയുന്നതിനേക്കാൾ 1 മണിക്കൂർ ലേറ്റ്. ജാത്തിയിലുള്ളത് തൂത്താ പോത്തില്ലല്ലോ. എന്താടോ വൈകിയത്? ഓ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഫോൺ കോൾ. നേരെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാ. അല്ല, പുള്ളിയുടെ അസുഖം വേറെയാ എന്ന് വെച്ച് എനിക്ക് മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോരോ വീക്ക്നെസ്സേ. ചിലർക്ക് പെണ്ണ്, ചിലർക്കോ പണം. ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. ഞാനൊരു പാലം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും വരാം. അതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് പറക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ ഉണ്ടാക്കി തരും. കാഞ്ചിയാർ തരകൻ പറക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും മേലെ ഒരു പരുന്തിനെ പോലെ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം മറക്കരുത്.
അത് കൊള്ളാം സാർ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം ബാർ ലൈസൻസ് എങ്ങനെ വെട്ടിച്ചുരുക്കാന്നുള്ളതാണ്. ആ ആ തരകൻ സാർ ധൈര്യമായിട്ടിരി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ശരി. പണമെണ്ണുന്ന മെഷീനൊക്കെ സ്വന്തമായിട്ടുള്ള മന്ത്രിമാരാ. നമ്മുടെ കാശങ്ങാൻ മേടിച്ച് നിൽക്കിട്ട് ഇവന്മാർ നമ്മക്കിട്ട് പണിയുമോ മുതലാളി? എന്നാ ഇവനൊക്കെ അടുത്ത ഇലക്ഷന് നിയമസഭ കാണില്ല. അവര് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. നീ സൂക്ഷിക്കണം. അയാള് കരിയിലക്കടയിലെ പാമ്പ് തന്നെയാ, ചതിക്കും ഷുവർ. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ചില രാഷ്ട്രീയ കിങ്കരന്മാരും വരും. ഇവിടിപ്പോ നിന്നോട് എല്ലാവർക്കും സ്നേഹമാ. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, മറ്റെവിടെയെങ്കിലും മാറുന്നതായിരിക്കും ബുദ്ധി. എന്റെ മിട്ടു, നീയും കൂടി ഇങ്ങനെ വിചാരിച്ചാലോ? നമ്മളൊക്കെ ആണുങ്ങളല്ലടാ. എന്നെ കുറിച്ച് ഓർത്ത് ആരും പേടിക്കണ്ട. ഇപ്പോ നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് ആവുന്നില്ല. ഒരു വാക്ക് ഞാൻ തരുന്നു, ഞാൻ കാരണം നിങ്ങൾക്കൊരു പോറൽ പോലും ഏക്കത്തില്ല. ഇത് ശരന്റെ വാക്കാ. എന്നെ രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ആ വിശ്വാസം ഞാൻ തിരികെ തരും. അതൊക്കെ പോട്ടെ മിട്ടു, നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്നെ ഒന്ന് ക്ഷണിച്ചു പോലില്ലല്ലോ. സോറിടാ, ഒരാളെ വീട് കൊണ്ട് കാണിക്കാൻ മാത്രം അത്ര സെറ്റപ്പ് ഒന്നും അല്ല എന്റെ വീട്. പിന്നെ ഞാൻ അങ്കമാലിയിൽ പ്രധാനമന്ത്രിയല്ലേ. ഒരു ജോലി തേടി വന്നപ്പോ നീ എന്നെ ആശാനടുത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്തേ. ആ സ്നേഹത്തിന്റെ പേരിൽ മാത്രം, അല്ലാതെ എനിക്കൊന്നും വേണ്ട. അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല, വൈകുന്നേരം ആവട്ടെ, നമുക്ക് പോ. ശരി. ഇതാണല്ലേ വീട്? ചെറിയ വീടാ. സുധി, ഇതാണ് ഞാൻ പറഞ്ഞ ശരൺ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഡി, നീ ഒരു ചായ എടുക്ക്. എടാ, ചായ ഒന്നും വേണ്ട. അല്ല, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ? അത് എന്തായാലും നീ ഒരു ചായ എടുക്ക്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലടാ. തിരക്കുള്ള ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എന്തിനാടാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊന്നും ഒരു പ്രശ്നമല്ലടാ, നീ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതല്ലേ. എടാ, നിന്റെ അച്ഛനും അമ്മയും കണ്ടില്ലല്ലോ, അവരെവിടെ? അച്ഛൻ ഇവിടെ ഇല്ല. ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് 10 വർഷമായി. എവിടെയാണെന്ന് ഒരു അറിവുമില്ല. രാമേശ്വരത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടു. ഞങ്ങളെ ആവശ്യമില്ലാത്തവരെ ഞങ്ങൾ എന്തിനു അന്വേഷിക്കണം? അപ്പൊ അമ്മ? അമ്മ അകത്തുണ്ട്. അമ്മയ്ക്ക് നടക്കാനാവില്ല, നീ വാ. അമ്മേ, അമ്മേ, ഇതെന്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്താ. പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുമോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കേൾവിക്കും കുഴപ്പമില്ല. ആളെ തിരിച്ചറിയാം. അമ്മേ, അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടുവരട്ടെ? മിട്ടു, തന്നെ കുറിച്ച് ഞാൻ ഇത്രയൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളപ്പോൾ അമ്മ എന്നെ നന്നായി പഠിപ്പിച്ചതാ. സുഖമില്ലാതായിട്ട് 6 വർഷമായുള്ളൂ. ഇലക്ട്രോണിക്സ് ബിരുദമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയെ നോക്കാൻ കാശ് വേണം. അതുകൊണ്ടാണ് ഞാൻ ആശാന്റെ അടുക്കിലേക്ക് എത്തിയത്. അച്ഛനെ കൂട്ട് ഇവരെ തനിച്ചാക്കി ഞാൻ കൂടി പോയാലോ? അമ്മച്ചിക്ക് ഈ രോഗത്തിനൊരു ഓപ്പറേഷൻ നടത്തിയ ഭേദമാവുന്ന മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ മാധവൻ സാറ് പറഞ്ഞത്. പക്ഷേ നല്ല ചെലവാ. കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. അമ്മച്ചി, ദേ അപ്പച്ചൻ വന്നു. അകത്തേക്ക് കൊണ്ടുവേടാ. എന്താ ഇത്? എന്താണ്? നീ അകത്തോട്ട് കൊണ്ടുവേടാ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു. നിങ്ങളൊരു അച്ഛനാണോ? പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ള വീട്ടിലേക്കാണോ ഇവനെ പോലെയുള്ള വാറ്റുകാരൻ തെമ്മാടിയും കൊണ്ട് കയറി വരുന്നത്? ആ കുഞ്ഞിന് നാളെ പരീക്ഷയുള്ളതാ. ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങൂ. ഡോ, മേലാൽ ഈ പടിക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളുമായി കയറിപ്പോകരുത്. കുടിച്ച് കൂത്താടി നടന്ന് കണ്ടവന്മാരെ കൊണ്ട് വീട്ടിൽ കയറി വരാൻ നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? മാറിക്കടി, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നോക്കിക്കോ, ഇതിനൊക്കെ കർത്താവ് നിങ്ങളോട് ചോദിക്കും. പിന്നെ കർത്താവിന് ഇതല്ലേ പണി. മാറിക്കടി അങ്ങോട്ട്. മത്തുബേബിയുടെ വീട്ടില് മത്തുബേബിയാണ് പഠിപ്പിക്കാൻ വരുന്നത്. ആ മൂലയിലോട്ട് വെച്ചു. ആദ്യടാ സൈഡിലോട്ട് അങ്ങ് വെച്ചാൽ വാടാ ആയോട്ട്. ആ, എന്തായാലും ഇന്നും അപ്പച്ചൻ പ്രശ്നം ഉണ്ടാക്കിയ? അപ്പച്ചൻ എന്നും ചാരയുമായി വീട്ടിൽ കയറി വന്നു. അമ്മച്ചി അപ്പച്ചനോട് വഴക്കായി. ഞാനിങ്ങ് പോന്നു. എന്നാ പിന്നെ തന്റെ പഠിത്തം നടക്കട്ടെ. ഓ, പഠിക്കുന്ന തലയിൽ കയറുന്നില്ലേ? മറ്റെന്തൊക്കെയോ ചിന്തകളാ.
ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടാതെ പഠിക്കാൻ നോക്കില്ലെന്നാ. ഞാൻ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതാണെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത. കൊള്ളാം, നല്ല ഫിലോസഫി. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന് അമ്മച്ചിയുടെ ആഗ്രഹം. പാവം അമ്മച്ചി എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ആഗ്രഹവും അത് തന്നെയല്ല. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണോ രണ്ടുപേരും? ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞ് ഞാൻ പഠിക്കാൻ വന്നതാ. ശരി ശരി, അവൾ ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ, നമുക്ക് പുറത്തു പോയിരിക്കാം. വാ. എന്നാ പഠിച്ചോട്ടെ, നമ്മൾ ശല്യാവണ്ട. സുധി, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ? ശ്യാം, ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കലും ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം. അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം. എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തെന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്. കണ്ടില്ലേ ഞാൻ എത്ര നേരമായി അവിടെ കിടന്ന് വിളിക്കുന്നു? നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുക. നീ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, നമുക്ക് മറ്റാരും ഉണ്ടെന്ന് വിചാരിക്കണ്ട. പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്ന് മാത്രമായിരിക്കണം നിന്റെ ചിന്ത. എന്നാലും അമ്മജി ശരൺ, എന്റെ മോളെ, നമ്മളെ ഒന്ന് സഹായിച്ചു എന്നുള്ളത് ശരിയാ. അവൻ നല്ലവനല്ലെന്നും പറയുന്നില്ല. പക്ഷേ അമ്മച്ചിക്ക് മോളുടെ ഭാവിയാ വലുത്. நான் கண்ணு வச்ச பரம்பா அந்த பரட்டை தேவர கைக்கிளாக்கி புதிய பார் பணியான் போனது. அந்த ப்ராப்பர்ட்டியில் நான் ஒரு வைன் டிஸ்லரி பணியான் பிளான் பண்ணியிருந்தது. எவ்வளவு காசு வேணாலும் நான் முடക്കാം. அந்த ப்ராப்பர்ട്ടി எனக்கு திரும்பി വേണം. പെരിയവര് ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ ഞാനില്ലേ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ MLA എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? സഹായിച്ച അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും കിട്ടും. ദേ, കബീർ ഭായ് വന്നത് പുതിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. കൂടെ നിന്നാൽ എല്ലാവർക്കും നല്ല കിടക്കും. പുരിഞ്ചതാ? അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. പെരിയർക്കൊപ്പം എന്തിനും ഞങ്ങൾ കൂടെ നിൽക്കും. எப்படி கூட நிற்கும்? ഞാൻ சொல்ற மாதிரி எல்லாம் கேட்டு அதெல்லாம் செய்து தந்தேன் கூட நிற்கணும். എൻ ഏരിയക്കുള്ള തരകന്റെ ആളുകൾ പോയിട്ട് ഒരു ഈച്ച പോലും വരക്കൂടാതെ. എന്നാ മുടിയുമാ? തരകൻ ആള് സ്ട്രോങ് ആണ്. പക്ഷേ ഒരു കളക്ടർ എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്തു തരാമോ അതൊക്കെ ചെയ്തു തരും. മുതലാളി, അവരെത്തിയിട്ടുണ്ട്. നീ എന്താ കുട്ടിയെ മാത്രം കൂപ്പിട്. ശരി. எனக்கு முக்கியமான ஒரு விசிட்டர் வந்திருக்கு. அப்புறம் See you later. ஆமாம். അപ്പൊ ശരി. ഹലോ. അല്ല, ലെന എങ്ങോട്ടാ? ഇവിടെ അടുത്ത് റീനയുടെ വീട്ടിലേക്കാ. എൻ്റെ ഒരു ബുക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് മേടിക്കാനാ. എന്നാ ശരി. ശരൺ, ആ എന്താ? താങ്ക്സ് എന്തിന്? അല്ല, അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഹേയ്, അതിന് നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പച്ചൻ എന്നും വഴക്കാ. കുടിച്ച് ബോധമില്ലാതെ എന്നും പ്രശ്നമാ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോണെന്ന് പല വട്ടം ആലോചിച്ചതാ. അമ്മച്ചി ഓർത്തോണ്ട് മാത്രമാ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മച്ചിക്ക് ശരണ്യ വലിയ ഇഷ്ടാ. അമ്മച്ചിക്ക് മാത്രമല്ല. എന്നാ ശരി, ഞാൻ വരട്ടെ, പിന്നെ കാണാം. നീ എന്റെ മുന്നിൽ തന്നെ വന്ന് പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവന്റെ കണക്കൊന്ന് തീർക്കാനുണ്ട്. ഇറങ്ങണടാ. എന്റെ ഭാര്യയും മകളെയും ചിലപ്പോ ഞാൻ തല്ലും കൊല്ലും. അവരെ സംരക്ഷിക്കാൻ നീ ആരടാ? എന്താ
എനിക്ക് പകരം എന്റെ വീട്ടിൽ നിനക്ക് കയറി കിടക്കണമെന്നുണ്ടോ? അനാവശ്യം പറയരുത്. എന്റെ നേരെ നീ അന്ന് കൈപൊക്കി. നല്ല ഫസ്റ്റ് ക്വാളിറ്റി സ്പിരിറ്റ് കൊണ്ട് നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. എന്നാ കത്തിക്കണോ കത്തിക്ക്. മദ്യലഹരിയിൽ ഇത്രയും കാലം ആടി ആട്ടുണ്ടല്ലോ, ആ ചിലമ്പ് ഞാൻ അഴിച്ചു വെപ്പിക്കും. അതിന് നീയല്ല, നിന്നെ ഉണ്ടാക്കിയാൻ വിചാരിച്ചാൽ നടക്കില്ല. എന്റെ നാട്ടിൽ വന്നിട്ടോ അവന്റെ കളി. ആ മത്ത് ബേബിക്ക് ഭ്രാന്താടാ, പണി കൊടുക്കണോ അവന്? അയാൾ വെറും വൃത്തികെട്ടവനാടാ. ലെനയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് അവളെ ഒന്ന് രക്ഷിച്ചൂടെ? നീ എന്തായി പറയുന്നേ? അവളുടെ മനസ്സിലെ ഹീറോ നീ അല്ലടാ. എന്നാ ഞാൻ പുറത്തുണ്ടാവും. ശരൺ എന്നോട് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാ. എന്താടോ ഇത്? താൻ എന്ത് തെറ്റ് ചെയ്യുന്ന? എന്റെ അപ്പച്ചൻ ക്രൂരനാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അപ്പച്ചനെ നല്ലൊരു മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. കാലം മായ്ക്കാത്തായിട്ട് ഒന്നുമില്ല. എല്ലാം ശരിയാവും. താൻ ആ കണ്ണീരോടൊക്കെ. ശരണ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മരുന്ന് ഇപ്പൊ കഴിക്കണ്ടാണ്. മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറഞ്ഞോളും. ആശാൻ അറിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ പോയത്. തന്റെ അപ്പച്ചനെ കുറെ ചീത്തയും പറഞ്ഞാ പോയത്. മരുന്ന് കഴിക്കണ്ടേ? വേണ്ട, ഞാൻ എടുത്തു തരാം. കുറവുണ്ടല്ലോ അല്ലേ? ഇതാ. മതിയോ? ഞാൻ പോയിട്ട് വരാം. പിന്നെ ഇവിടെ ഒന്നാരും വീട്ടിലറിയണ്ട.
ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ മനസ്സിലെ ശരിക്കുള്ള ഹീറോ ആരാണെന്ന്? ലെനെ, ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുമായിരുന്നു? ശരണ്യെ കാണാൻ ഹോസ്പിറ്റലിൽ വരെ പോയതാ അമ്മച്ചി. ഞാൻ പറഞ്ഞല്ലേ മോളെ ഒന്നും വേണ്ടാന്ന്. അമ്മച്ചി, നമ്മൾ എന്നെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ശരണ്യ ക്രൂരത മുഴുവൻ അനുഭവിക്കുന്നത്. ആ പാവത്തിനെ അപ്പച്ചൻ തല്ലി ചതച്ചു. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത ശരണ്ന്റെ മുഖം മനസ്സിന് മായുന്നില്ല അമ്മച്ചി. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മോളെ. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് നെഞ്ചിൽ തീയാണ്. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചിക്ക് അവിടം വരെ പോക്കൂടെ? വേണ്ട മോളെ, നിന്റെ അപ്പച്ചൻ അറിഞ്ഞാൽ പിന്നെ അത് മതി. ആ, നീ വലുതും കഴിച്ച് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. തരകന്റെ മദ്യം ആരെയും കൊന്നിട്ടില്ല. ആ പാരമ്പര്യം അവന് ആ സുബ്രഹ്മണ്യൻ ആവോളം ഉണ്ട്. സുബ്രഹ്മണ്യൻ കാശെറിഞ്ഞ് കളിക്കുമ്പോൾ തരകൻ വിശ്വാസം കൊണ്ട് കളിക്കും. ആൾബലം അത് തരനോടൊപ്പം ഉണ്ട്. അവന്റെ തീക്കിളിയൊക്കെ അങ്ങ് പാണ്ടി നാട്ടിൽ. ഫ്രെഡി, അവന്റെ ആൾക്കാരിൽ ചിലവര് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം. പിന്നെ ആ ചെക്ക് പോസ്റ്റ് കൊടുക്കാനുള്ള കാശ് ലോറൻസിനെ ഏൽപ്പിച്ചേ. ആ ശരി. ആ ബേബി ഇരിക്കേ. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. എന്നെ എന്തിനാ വിളിപ്പിച്ചേ? ബേബി, ആ ചേറായി സുബ്രഹ്മണ്യൻ എനിക്കെതിരെ കളിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ വരുത്തനല്ലേ. ഇത്രയും കാലം അവനോട് നിന്നിട്ട് താൻ എന്തു നേടി? ഒന്നും നേടിയില്ല. പക്ഷേ സുബ്രഹ്മണ്യനെതിരെ എൻ്റെ കൂടെ നിന്നാൽ ഇത്രയും കാലം കൊണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ വളരെ വലുതാണ്. അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ബേബിക്ക് എന്താ പേടിയാണോ? അത് തരകൻ, കാഞ്ചിയാർ തരകൻ, സുബ്രഹ്മണ്യൻ, അവൻ അവന് വേണ്ടി ചിന്തിക്കുമ്പോൾ അത് ഞാൻ എൻ്റെതാക്കി കഴിഞ്ഞിരിക്കും. എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ ആരോടെ നിൽക്കും. ശരി, എന്നാ അങ്ങനെ ആകട്ടെ. ധൈര്യമായിട്ട് പോ. ഞാനുണ്ട് കൂടെ. ഇന്നലെ രാത്രി കൊച്ചി BK ബാറിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ ഇന്ന് രാവിലെ 6 മണിയോടെ ആലുവ GN ബാറിലും സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ബാർ ജീവനക്കാരനായ വിനുവും സുധാകരനുമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദികളാണെന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരം നൽകേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് POവുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയതാണ്. ഇതൊക്കെ ആർക്കാണോ അറിയാൻ കഴിയാത്ത? ഇതിനൊക്കെ ആന്റി ടെററിസ്റ്റ് ഏജൻസിയുമായി കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദികളല്ലെന്നും SPയെ ചുമതലപ്പെടുത്തി അത്തരത്തിലുള്ള ക്രിമിനൽസ് ഒന്നും സംസ്ഥാനത്ത് കടന്നിട്ടില്ലെന്ന് സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഉടൻ തന്നെ എല്ലാവരും വിളിച്ച ഒരു അടിയന്തര യോഗം ചേരണം. പ്രതിപക്ഷം എന്നും പറയട്ടെന്നേ, ഈ സമയം ഒരു സമാധാനം തരത്തില്ലെന്നറിയാം. പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ എന്തുണ്ടായാലും മുഖം നോക്കാതെ നടപടിയെടുത്തോണം, അത്ര തന്നെ. അല്ലല്ല, ഞാൻ ഗസ്റ്റ് ഹൗസിലാ, വന്നിട്ട് കാണാം. സാർ, ആഭ്യന്തരമന്ത്രി ലൈനിലുണ്ടായിരുന്നു. എനിക്കൊന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് യോഗം ചേരാൻ പറയണം. ശരി സാർ. എന്നാ സാർ ഇത്? எனக்கு போலீஸ் ப்ரொடெக்ஷனா? அட எங்க அப்பா, திருநெல்வேலிக்கே ஹல்வாவா? சார், நீங்க சின்ன குழந்தைகளோட பேசுன மாதிரி என்னோட பேசாத. நான் வந்து தீவிரவாதி மாவோயிஸ்ட் அப்படி ஒன்றுமே இல்லை. அதுக்கு மேலே என் மேலே കൺഫ്യൂഷൻ இருக்கா? സാറിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സാറിന് സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് പ്രധാനം.
அப்படி ஒன்றுமே இல்லை சார். നമ്മുടെ போலீஸ் வெறும் மண்டன் சார். காஞ்சியார் தரகன் உன்னோட கஸ்டடியில் இருக்கு. அவன் தான் இதெல்லாம் செஞ்சது. 3 அப்காரிகளை பிளாக்மெயில் செஞ்சதும் அவன் தான். வேணாம் എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കവളപ്പെട വേണം. നമ്മ ആളുകള് പോലീസിനേക്കാൾ ബുദ്ധിയുള്ളവർ. അവർ മട്ടുംതാൻ എനിക്ക് പ്രൊട്ടക്ഷൻ. പോലീസ് എനക്കൊന്നും ചെയ്യ വേണ്ട. ഇന്നലെ മുഖ്യം പ്രത്യേകം വിളിച്ചു പറഞ്ഞു. ഓ அப்படியா? മിനിസ്റ്ററുടെ ഓർഡറാ? ഓക്കെ സാർ. ആരാ പെരിയവരെ? SP. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. പെരിയവരെ അത് നല്ലതല്ലേ? ഡേയ്, നീ എന്താ മാതിരി പേശാല. വേണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. അതത്ര നിസ്സാരമാക്കരുത് പെരിയവരെ. നമ്മുടെ ലിക്കർ ഷോപ്പുകളാ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതെല്ലാം അവർ തല്ലി നശിപ്പിച്ചില്ലേ? താരകൻ ആളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റാളുകളുമായി ചേർന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പോയിന്റ്. അവനെ இந்த உலகத்தில் നിന്നേ ഇല്ലാതാക്കണം. അമ്മച്ചി അമ്മച്ചി നിക്ക്. എന്നാ അമ്മച്ചി? എന്താടി? ഞാനത് മറന്നുപോയി. പറ പെണ്ണെ, നീ മറന്നുപോയി അമ്മച്ചി. എന്നാ ഓർക്കുന്നതുവരെ നീ ഇവിടെ നിക്ക്. എനിക്ക് സമയത്തെത്തണം. വെയില് കൊള്ളാതെ കേറി പോവച്ചേ. എന്തോ ഒരു സാധനങ്ങൾ അതിൻ്റെ അകത്ത്. ഒരു കാറിൻ്റെ അകത്ത് ഇത്രയ്ക്കൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ? ആ മോളെ എത്തി നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് പോരും ഭാഗച്ചേ. വന്ന് പോവാണോ? കാറ്റേ കാറ്റേ ഈ പൂക്ക മൂത്ത് നരച്ച് മുതുക്കനായല്ലോടാ. അവൻ പൂക്കാമരം കൊണ്ട് നിൽക്കുക. പണി എന്നായി? പണിയുമല്ലേ? ഞാൻ കണ്ടു കിടന്ന് പണിയുന്നത്. പണിയുടെ പണി എന്നായിരുന്നു? ആശാൻ ഈ പണി എന്നല്ലാതെ ഇതുവരെ പറഞ്ഞ പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ. എന്തോ തന്നില്ലെന്ന്? പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലെന്ന്. പണം തന്നെ പണമോ? നീ പണം നശിപ്പിച്ച വണ്ടിയുടെ പണം ഞാൻ ഇപ്പോഴും അടച്ചോണ്ടിരിക്കുക. ആദ്യം പണി, പിന്നെ പണം. ഈ വണ്ടിയുടെ ഷോക്ക് അപ്സറൊക്കെ മാറിയിട്ടിരിക്കുക. ഏതിന്റെ? ഈ വണ്ടിയുടെ. അയ്യോ ഇതിന്റെ ഷോക്ക് കസർ മാറാണോ പറഞ്ഞത്? എടാ ഓയിൽ മാറാൻ പറഞ്ഞ വണ്ടിയുടെ ഷോക്ക് കസർ മാറ്റി വെച്ചിരിക്കുന്നു. അയ്യോ, അപ്പൊ ഷോക്ക് അപ്സർ മാറാൻ പറഞ്ഞ ഏത് വണ്ടിയുടെയാ? അപ്പന്റെ വണ്ടിയുടെ. എന്റെ അപ്പനെ ഷോക്ക് അപ്സറിനെ ഒരു ക്ലാസ് ആയിട്ട് തൂക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ ചൂണ്ടുവോ? ഞാൻ വലിക്കും. ഓ, ഇവിടെ ഒരു പുതിയ പണിക്കാരനുണ്ടല്ലോ. അവന്റെ വിചാരം മൂട്ടുവാണ് ഇവിടുത്തെ മെയിൻ മേശരി എന്നാ. ഞാൻ എന്നാ പറഞ്ഞാലും ആ ചെറുക്കിന് അനുസരിക്കല്ലേ. അതുകൊണ്ട് ആശാനൊന്നും അവനോട് പറയണം ഞാനും തറവാട്ടി പറഞ്ഞൊരു മേശരിയാണെന്ന്. ആ വാട മാറ്റി തറയാക്കിയാ മതി. എന്നാ ഞാൻ പണയാവുന്ന. ആ പണഞ്ഞാ പോരാ, പണയണം. ഓ ഓയില് മാറാൻ പറഞ്ഞ വണ്ടിയുടെ ഷോക്ക് കസർ മാറ്റി വെച്ചിട്ട് ഞാൻ വൈകിട്ട് വരുമ്പോ എന്ത് പറയും? ഏതാണ്ട് കുരുകുരിപ്പ് പോലെയാ. ഈ വീൽ അങ്ങോട്ട് ഊരിയെടുത്തേക്കാം. ഇതാ നല്ലത്. വണ്ടിയെ തൊട്ട് പോകരുത്. വൈകിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ കാശിന് വാ. ബേബി, എന്റെ ബാറുകൾ കത്തിച്ച് ചാമ്പലാക്കിയത് ആ സുബ്രഹ്മണ്യനാണ്. അവ ഓരോ കരു നീക്കിയപ്പോഴും കുട്ടിക്കളിയാണെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ അവൻ കളി മാറ്റി പിടിച്ചു. എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു തുമ്പമറ്റത്ത ബാർ. അതൊരു വർഷം തികയുന്നതിന് മുമ്പ് അവൻ തകർത്തു. പാലത്തൂരിലെ വരുമാനം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. പക്ഷേ അതും ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ കരങ്ങൾ തന്നെ. ഇനി എൻ്റെ ഊഴം. മുതലാളി, സുബ്രഹ്മണ്യനെ എതിർത്ത് നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുതലാളി പറഞ്ഞതുപോലെ അത് വെറും കുട്ടിക്കളിയുമല്ല. കളി നല്ലതുപോലെ പഠിച്ചവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. എൻ്റെ തകർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത്. സമ്മതിക്കില്ല ഞാൻ. ബേബി, എൻ്റെ കൈ മുറുകെ പിടിച്ചാൽ ബേബിക്ക് കയറി വരാം. അവന് നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ബേബിക്ക് കാര്യം മനസ്സിലായില്ലേ? പെരിയവരെ വരട്ടെ, ഞാനെടുക്കാം. ഹലോ, ആരാ? ബേബിയോ? മത്ത് ബേബിയോ? നീ ആയിരുന്നോ?
തരകന്നെ നക്കാൻ പോയിട്ട് ഞങ്ങളെ ഫോൺ വിളിക്കാൻ നാണമില്ലടാ. പെരിയവര് നിന്നെ കൊന്നു കുഴിച്ചു മൂടും. അത്രയ്ക്കും കലിപ്പിലാ പെരിയവര്. തൽക്കാലം നീ ഫോൺ വെക്കുന്നതായിരിക്കും നല്ലത്. പെരിയോർക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? അയോഗ്യനായ നീ വീണ്ടും എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതിനർത്ഥം ഒന്നെങ്കിൽ ആ പരട്ട തരകന്റെ വക്രബുദ്ധി, അല്ലെങ്കിൽ എന്നെ മുതലാക്കാൻ നീ സ്വയം കളിക്കുന്ന ഒരു കളി. അതെനിക്ക് നല്ല തെരിയുണ്ടാ. നീ എണ്ണിക്കോ. 1, 2, 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. അതുക്കുള്ള ഫിനിഷ് പണിയിരിക്കും. நான் அங்க வந்தா உன் பிரச்சனை தீர்ந்துடுமா? இப்ப எங்க இருக்க நீ? சரி சரி, நான் அங்க வரேன். டேய், என்னடா இது? ஆக்சிடென்ட் மாதிரி இருக்கு. என்ன சதிச்சு பெரியவரே. யாரு? தரகனா? காலன் அவனுக்கு முன்னாடி வந்தாச்சு. அவனுக்குள்ள கொலைக்கயர் நான் ரெடி பண்ணியாச்சு. சொல்டா, என்ன ரகசியம் உனக்கு என்னோட പറയാനുള്ളത്? அது பெரியவரே. വാ, വണ്ടിയെ കയറ്. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കാം. യോ പെരിയവരേ, 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 പെരിയവരേ. പ്രമുഖ അബ്കാരിയും CS ബാറുകളുടെ ഉടമയുമായ ചേറായി സുബ്രഹ്മണ്യം കൊല്ലപ്പെട്ടു. സംഭവ സ്ഥലത്ത് ചേറായി സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ബോംബ് സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ പ്രമുഖരുടെ കൊലപാതകവും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേസ് അന്വേഷണം കേരള പോലീസിൽ നിന്നും മാറ്റി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സിദ്ധാർത്ഥിന് കൈമാറണമെന്ന അഭിപ്രായം ഉയരുകയാണ്. ആ ശരി, അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം. താൻ ഫോൺ വെക്കേ. ഓ, ഞാൻ 5 വർഷം തികച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു. മുഖ്യൻ അങ്ങനെ സംസാരിക്കരുത്. സാധാരണക്കാരുടെ ജീവനാ മുൾമുനയിൽ നിൽക്കുന്നത്. സ്ഫോടനങ്ങൾക്ക് പുറമെ ചേറായി സുബ്രഹ്മണ്യന്റെ കൊലപാതകം. 5 വർഷം, 5 ദിവസം പോലും ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേറായിയെ കൊന്നത് തരകൻ തന്നെയായിരിക്കും, അല്ലാതെ പിന്നെ വേറെ ആരാ? തരകനല്ല, അതെനിക്ക് ഉറപ്പാ. ഓ, തരകനുമായിട്ടുള്ള കൂട്ടുകച്ചവടം ഇവിടെ എല്ലാവർക്കും അറിയാം. ചേറായിയുമായിട്ടുള്ള കൂട്ടുകച്ചവടവും രഹസ്യമൊന്നുമല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ തർക്കിക്കാതെ കാര്യത്തിലേക്ക് വാ. ഏതായാലും അന്വേഷണം സിദ്ധാർത്ഥിനെ ഏൽപ്പിക്കാൻ പോവല്ലേ? അയാൾ വന്ന് അന്വേഷണം തുടങ്ങട്ടെ. അതെ, അങ്ങേരെത്തിയാലേ വല്ലതൊക്കെ നടക്കൂ. ശരി, ഞാൻ സിദ്ധാർത്ഥനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ സിദ്ധാർത്ഥ്. ഗിരീഷ് സർ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് SP-യുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം സർ. ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ ആരായിരിക്കുമെന്നാ നിങ്ങളുടെ അഭിപ്രായം? സർ, പോലീസ് ഫോഴ്സിനെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ബ്ലാസ്റ്റ് നടത്താൻ തീവ്രവാദികൾക്കേ പറ്റൂ. അതെന്താ, വേറെ ആരും ബോംബ് വെച്ച പൊട്ടത്തില്ലേ? എന്താണ് ഹേമമാലിനിയുടെ അഭിപ്രായം? സർ, ഹേമമാലിനിയല്ല, ഹേമലത. അതെനിക്കറിയാം. പക്ഷേ അവരെ കാണാൻ പഴയ നടി ഹേമമാലിനെ പോലെ തന്നെയുണ്ട്. താങ്ക് യു സർ. സർ, ഇതിനു പിന്നിൽ തീവ്രവാദികളാകാൻ സാധ്യതയില്ല. മറ്റേതെങ്കിലും മാഫിയ ആണെന്നാണ് എന്റെ തോന്നൽ. യെസ്, ടെററിസ്റ്റുകൾ ഒരിക്കലും ബാറുകൾ മാത്രം നോക്കി ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അവരുടെ ശൈലികൾ വ്യത്യസ്തമാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. വാ പോവാം. സർ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയാ പോരെ? ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് പോകാന്ന് പറഞ്ഞത്. മനസ്സിലായോ? യെസ് സർ. പണിക്കർ.
സാർ വെനസ്ഡേമുള്ള കണക്കുകളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തെങ്കാശി എന്നുള്ള ലോഡിൻ്റെ കണക്ക് അതുകൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് തരാം സാർ. തിരുച്ചി എന്നുള്ള 5 lakhs-ൻ്റെ കണക്ക് അതിപ്പോൾ തന്നെ കയറ്റാം സാർ. മുതലാളി, സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ ശിവ. தரகா உனக்கு சங்கூத போறேன் நான் இங்கே இல்ல அங்க அப்பாவை போட்டோ எடுத்துல. ശിവ സുബ്രഹ്മണ്യം കൊള്ളാം. നീ ചേറായ സുബ്രഹ്മണ്യത്തിന്റെ മകൻ തന്നെ. പക്ഷേ എനിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇടവും വലവും നോക്കണം. നീ എടുക്കുന്ന ആയുധം ചിലപ്പോൾ നിനക്കെതിരെ തന്നെ തിരിയും. അതെനിക്ക് നല്ലാവ தெரியுமடா. பேவி தானே அந்த ஆயுதம். இவன் பார்த்திருக்க. பேவியும் அவங்க ஆளு சேர்ந்து ஏன் அப்பாவை கொலை செய்தது இவன் கண்ணால பார்த்திருக்க. ശിവ, എനിക്കൊന്നും അറിയില്ല. സുബ്രഹ്മണ്യത്തെ കൊല്ലാൻ ഞാൻ ബേബി ഏർപ്പാടാക്കിയിട്ടില്ല. சும்மா சொல்றேன்னா இவன் தான். இவன் பேபிக்கு காசு கொடுத்துருக்கு. இந்த நாடகம் ஏன் முன்னாடி வேணுமா? முதல்ல அவனை தூக்குறேன், அதுக்கப்புறம் நீ. டேய் ஏறா வண்டி. സാർ, ആ സുബ്രഹ്മണ്യത്തിന്റെ മകൻ പുറത്തു നിൽപ്പുണ്ട്. വരാൻ പറയും. ശരി സാർ. வணக்கம் சார். ശിവ, ഇരിക്കേ. വേണ്ട സാർ, ഞാൻ ரொம்ப ബിസി. ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം പറയാനാണ് വന്നത്. അത് മറ്റൊന്നുമല്ല, അപ്പാവെ കൊന്നവൻ ഇവിടെ തന്നെയുണ്ട്. അതാരാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത്? ശിവ പറയുന്ന കാര്യങ്ങളേക്ക് മനസ്സിലാവും, പക്ഷേ തെളിവ് വേണ്ടേ? ഓ, തെളിവ്? എന്റെ അപ്പാവാണ് இந்த മന്ത്രിസഭ ഉണ്ടാക്കിയത്. ഓ, നിങ്ങളിപ്പോ കാഞ്ചിയാർ തരകന്റെ എച്ചിൽ തീറ്റക്കാരാണല്ലോ. 2 ദിവസത്തിനുള്ളിൽ കാഞ്ചിയാർ തരകന്റെ മരണവാർത്ത ഈ പത്രത്തിൽ കൂടി നിങ്ങൾ വായിക്കും. പറയുന്നത് ചെറായ സുബ്രഹ്മണ്യന്റെ മകൻ ശിവ സുബ്രഹ്മണ്യനാ. പൂരിച്ചതാ. അമ്മ ഞാൻ പോയിട്ട് വരാവേ. സുധി, ഒരു നിമിഷം. ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. സുധി പറഞ്ഞ പോലെ ഞാൻ ഇനി ശല്യപ്പെടുത്താനോ സുധിയെ കാണാനോ വരില്ല. പക്ഷെ മറക്കണമെന്ന് പറഞ്ഞില്ലേ, അതുമാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ശ്യാമിനെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വയ്യാതെ കിടക്കുന്ന അമ്മയെ വിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അതിന് വീടും അമ്മയെ ഉപേക്ഷിച്ചു വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാം. സുധിയുടെ അമ്മ എനിക്കും അമ്മയെ പോലെ തന്നെയല്ലേ. ഇനിയും എന്നെ വിഷമിപ്പിക്കല്ലേ സുധി, പ്ലീസ്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വാ, കയറ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സർ, സർ എന്ത് പറ്റി? സർ, എന്താ സർ? ഒന്നുമില്ല. എന്തെങ്കിലും കാണാതെ സാർ ഇവിടെ ഇറങ്ങില്ല. ഒന്നുമില്ലെന്നേ. എടോ, നിങ്ങൾ രണ്ടോ അകത്തിരുന്നാ മതി. ഓ, എടോ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. മര്യാദയ്ക്ക് യൂറിനൊന്ന് പാസ് ചെയ്തോട്ടെ. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. അപ്പോ എന്തോ ഓക്കെ. മേഡം അകത്ത് കയറിയിരുന്നു. പറ്റില്ല, അദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് നമ്മുടെ. മേഡം, അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനാ. സർ, ഒന്നുമില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അയ്യോ സർ, സോറി. ഓക്കെ. ഓ, ഒരു ഓക്കെ, ഒരു സോറി. കമോൺ, ഫാസ്റ്റ്. എന്താ സാറ് വേണ്ടത്? കോഫി പറയാല്ലേ? മതി. 2 കോഫി. ശരി. ഇപ്പോഴാണ് സമാധാനമായത്. അതെന്താ? ഒന്നും അറിയാത്ത പാവം കൊച്ച്. ഇത്രയും നാളും നീ എന്നെ തീറ്റിക്കല്ലായിരുന്നോ? ബാംഗ്ലൂർക്ക് എപ്പോഴാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ് പോണം. തിരിച്ചെപ്പോഴാ വരുന്നേ? വന്നിട്ടിപ്പോ എന്തിനാ? ഒന്നും വേണ്ട. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല. മിട്ടു ഇപ്പം എന്ത് ചെയ്യോ? ഇവിടെ ഒരു വേലായുധനാശാന്റെ വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്. സുദീപ് എങ്ങോട്ട് ഇറങ്ങിയതോ? രാധികയുടെ വീട്ടിലോട്ടാ. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട്. അവളൊരു ചുരിദാർ തയ്ച്ച് കൊടുക്കണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. ഓ, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? രാധികയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവിടാം. ഇല്ല വേണ്ട, ഞാൻ ബസ്സിൽ പോകണം. കയറ്. അയ്യോ ബാഗ് അവിടെ നോക്ക്, ചെല്ലേ. താങ്ക്സ്. ഓക്കെ ശരി, ബൈ. ചേച്ചി 1 കിലോ ഓറഞ്ച്. ഇതിലേക്ക് ഇട്ടോ മോളെ. എത്രയാ? 40. അവിടെ എന്താ ചേച്ചി ആപ്പിൾ എന്താ വില? 100ന്റെ ഉണ്ട് 120ന്റെ ഉണ്ട്. ഏതാ വേണ്ടേ? എന്നാ 100ന്റെ 1 കിലോ ഇട്. ചേച്ചി ഒരു വിളിച്ചു. മോനെ ഒന്നും കൊടുത്തടാ. വേറെന്താ വേണ്ടേ? ഒന്നും വേണ്ട മോളെ. 40 രൂപ ചില്ലറ വേണേ. മോനെ ഓടിക്കോ. ഹലോ, എവിടെ? ബസ് സ്റ്റാൻഡിലോ? ഓക്കെ, വി ആർ കമ്മിങ്. എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നടക്കാൻ നടക്ക. പേനയും പുസ്തകമൊക്കെ പിടിക്കേണ്ട പ്രായത്തിൽ കയ്യിൽ ബോംബാണോ കൊണ്ടുനടക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. സത്യം പറ, നിനക്കത് എവിടുന്ന് കിട്ടി? എനിക്കറിയില്ല മാഡം. അപ്പൊ ആ ബോംബ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ശ്യാമിന്റെ കൂടെ കോഫി കഴിക്കാൻ പോയി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ബാഗിൽ അത് കണ്ടു. ആരാണ് ശ്യാം? എനിക്ക് പരിചയമുള്ള ആളാ. ആ സമയത്ത് ശ്യാം അവിടെ പോയി? എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ശ്യാമിനെ എത്ര വർഷമായിട്ട് അറിയാം? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അറിയാം സാർ. പേരും അഡ്രസ്സും മേടിച്ചിട്ട് കുട്ടിയെ വിട്ടേക്ക്. ശരി സാർ, വാ. സർ, അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അതെനിക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. അപ്പൊ പിന്നെ ശ്യാം? ഗിരീഷ്, എത്രയും പെട്ടെന്ന് അവനിവിടെ എത്തണം. ഓക്കെ സർ. ഏട്ടാ, ലെനയോ? ആശാനില്ലേ? ഇല്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. പുറത്തേക്ക് പോയതാ. എന്തെങ്കിലും പറയാനുണ്ടോ? ആശാൻ അങ്ങോട്ട് പോയെന്ന് എന്നോട് പറഞ്ഞില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് മുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തുടങ്ങി. അത് പറയാനാ. ആണോ? നല്ല കാര്യം. നന്നായി പഠിക്കണം കേട്ടോ. ശരി. നീ ഇത്രയേറെ എവിടെയായിരുന്നു? എന്തിനാ നീ കരയുന്നേ? എന്തിനാ കരയുന്നെന്നു? കരയാതെ കാര്യം പറ. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസോ? എന്തിന്? എടി എന്തിനാന്ന്? എന്റെ ബാഗിനുള്ളിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു. ബോംബോ? അതെങ്ങനെ നിന്റെ ബാഗില്? എനിക്കറിയില്ല. വഴി വെച്ച് ശ്യാമിനെ കണ്ടിരുന്നു. ശ്യാമിന്റെ കൂടെ ഒരു കോഫി കഴിച്ചിറങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. പോലീസുകാർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. സാരല്ല, നീ അകത്തേക്ക് ചെല്ല്.
അന്നേ ദിവസം സുധിയുടെ കൂടെ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ നഗരത്തിൽ നടക്കിയ ബോംബ് സ്ഫോടനങ്ങളുടെ ബോംബിന്റെ അവശിഷ്ടങ്ങളും ആ ബോംബും തമ്മിൽ സാമ്യമുണ്ട്. ഞാനല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ സർ. അപ്പൊ നിനക്കൊന്നും അറിയില്ല? സത്യമായിട്ട് എനിക്ക് അറിയില്ല സർ. ആ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവൾ കത്തിച്ചാമ്പലായനെ. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ബോംബ് പൊട്ടിയാൽ അവൾ മരിക്കുമെന്ന് സാറ് തന്നെ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഞാനത് ചെയ്യൂ? ശരി ശ്യാം, നിങ്ങൾക്ക് പോവാം. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ വരേണ്ടി വരും. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ 2 പേരാണുള്ളത്, ശ്യാമും സുധിയും. ഓക്കെ, ഇത് ഹേമലത വെച്ചോളൂ. ഓക്കെ സർ. പിന്നെ ഇവരെ ഒന്നുകൂടി വിളിപ്പിക്കണം. ഗുഡ് മോർണിംഗ് സർ. പ്ലീസ്. താങ്ക് യു സർ. സർ, അന്വേഷണ റിപ്പോർട്ട് ഞാൻ ഗിരീഷിനെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അതെനിക്ക് കിട്ടിയിരുന്നു. അതിൽ കാഞ്ചിയാർ തരകന്റെ പേര് ഞാൻ അടിവരയിട്ടിരുന്നു. അയാളെ ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. കാഞ്ചിയാർ തരകൻ വരട്ടെ. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഓക്കെ സർ, ഞാൻ ഇറങ്ങുക. DGP ഒന്ന് കാണണം. എന്നിൽ നിന്ന് എന്ത് ഹെൽപ്പും എപ്പോൾ വേണമെങ്കിലും സാറിന് പ്രതീക്ഷിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു സർ. ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സുധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവർക്കൊക്കെ സുധിയെ കാണണമെന്നുണ്ട്. സുധി എന്ന് പറയുന്നത് ആൺപിള്ളേരുടെ പേരല്ലേ എന്നാ അവരുടെയൊക്കെ ചോദ്യം. അതിന് സുധീന്നല്ലല്ലോ എന്റെ അല്ല, പേര്. അത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ പെണ്ണിന്റെ പേര് സുധീര എന്നാണെന്ന്. എന്നാലും പേരിന് എന്തൊരു കുഴപ്പം. എന്ത് കുഴപ്പം? എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു ഞാനൊരു ധീരയായ യുവതിയാവൂന്ന്. അതാ സുധീര എന്ന് പേരിട്ടത്. എന്നാ പിന്നെ മഗധീര എന്നിടായിരുന്നു. കളിയാക്കൊന്നും വേണ്ട. പിന്നല്ലാതെ, ഈ ധീരയായ യുവതിയാണോ പോലീസ് പിടിച്ചെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിയത്? അത് പിന്നെ അപ്രതീക്ഷിതമായി അങ്ങനെയൊക്കെ സംഭവിച്ച ആരായാലും പേടിക്കില്ലേ? എന്നിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബോംബെടുത്ത് ശ്യാമിന്റെ കൈ വെച്ചുതരാം. അപ്പൊ അറിയാൻ പേടിക്കില്ലയോന്ന്. എനിക്കൊരു പേടിയുമില്ല. ഒരു 4-5 ബോംബെടുത്ത് എൻ്റെ കൈ തന്നെ ഞാനത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും. ഇവർ നമ്മുടെ പുറകെ തന്നെയുണ്ട്. തൽക്കാലം സുധി ഇവിടെ നിൽക്കണ്ട, വീട്ടിലോട്ട് പോയിക്കോ. ശ്യാം, എന്താ ഞാൻ സ്വർഗത്തിലെ കട്ടറും പോയോ? ഇല്ല. ബാംഗ്ലൂർ നിങ്ങൾക്ക് എന്താണ് ജോലി? മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓ, സുധിയും നിങ്ങളും കണ്ടുമുട്ടിയ ദിവസത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏത് ഈ ദിവസത്തെക്കുറിച്ചോ? കമോൺ ശ്യാം, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. എന്തിന്? കാര്യങ്ങളൊക്കെ ഞാൻ സിദ്ധാർത്ഥ് സാറിനോട് പറഞ്ഞാണല്ലോ. വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ശ്യാം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ കേസിൽ ഇത്രയും ഇൻവോൾവ്മെന്റിൽ നിങ്ങളെ രണ്ടുപേരെയും മറന്നു കളയാൻ ഞങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. നാളെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സിദ്ധാർത്ഥ് സാർ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തന്നെ എനിക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അറിയാനിട്ടല്ല. എന്താ ശ്യാം, വീണ്ടും വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? നോ സർ, സാറ് വിളിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ സാറിനെ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അത് സുധി പറയും സർ. സർ, ശ്യാമിന്റെ കൂടെ ഒരു കോഫി ഷോപ്പിൽ കയറിയിരുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ബാഗ് മറന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാളാ ബാഗ് എടുത്തു തന്നത്. പിന്നെ അയാൾക്കൊരു ക്രിമിനൽ ലുക്ക് ഉണ്ടായിരുന്നു സർ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുധിയോ അതോ ശ്യാമോ? സർ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. സത്യം ഞാൻ പറഞ്ഞുതരാം. ശ്യാം, കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഹേമലത സുധിയെ ചെന്ന് കണ്ടിരുന്നു. ഇവളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ തമ്മിൽ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം സുധി ശ്യാമിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നുവെന്നുമാണ്. ശ്യാം എത്ര ശ്രമിച്ചിട്ടും സുധി അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. മാത്രമല്ല, ഏട്ടൻ കൊണ്ടുവന്ന കല്യാണാലോചനയ്ക്ക് ഇവൾ സമ്മതം മൂളി. അത് ശ്യാമിനെ സങ്കടപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വരാം. നിങ്ങൾ മാനസികപരമായി തകർന്നു. ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാൻ നിന്ന നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ മറ്റാരെങ്കിലും സുധിയുടെ ബാഗിൽ ബോംബ് വെച്ചു. ഇവളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ. ഇല്ല, ശ്യാം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
അതിന് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നല്ലോ. അത് പിന്നീടല്ലേ. ഇവളുമായുള്ള സുന്ദരമായ നിമിഷങ്ങൾക്കിടയിൽ നിങ്ങൾ തിരിച്ചെടുക്കാൻ മറന്നതായിരിക്കാം. പിന്നീട് അറിഞ്ഞെത്തുമ്പോഴേക്കും ഇവൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. അതുമല്ലെങ്കിൽ അവളൊരു സ്ഫോടനം എന്ത് വില കൊടുത്ത് നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നു ശ്യാം. അതിനർത്ഥം സുധിയുടെ ജീവൻ എടുത്തുകൊണ്ട് അല്ലേ? മതി സാർ, മതി. സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. യു നോ വൺ തിങ്, ഞാനൊരു ആർമി ഓഫീസറുടെ മകനാണ്. യെസ്, ഐ നോ ദാറ്റ്. ആർമിയിൽ ബോംബ് ഡിസ്പോസൽ ഓഫീസർ. അച്ഛന് ബോംബ് ഡിസ്പോസ് ചെയ്യാൻ മാത്രമല്ല, ബോംബ് ഉണ്ടാക്കാനും അറിയാമായിരിക്കുമല്ലേ? സർ, മൈ ഫാദർ ഈസ് ആൻ ഇന്ത്യൻ സോൾജർ. ഒരു പട്ടാളക്കാരന്റെ ദേശസ്നേഹത്തെക്കുറിച്ച് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. No, it's okay. സർ, പെൺകുട്ടി പറഞ്ഞാലേ നമുക്ക് സംശയിച്ചുകൂടെ? ആ കഥ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധിയുടെ ബാഗിൽ ബോംബ് വന്നത് ഒന്നുകിൽ അബദ്ധം പറ്റിയതായിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കണം. അങ്ങനെ മനഃപൂർവ്വം വെക്കണമെങ്കിൽ അവളോട് വൈരാഗ്യമുള്ള ആളായിരിക്കണം. സർ, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ശ്യാമിനെ തന്നെയാണ് സംശയം. പക്ഷേ ഈ ബാറുകളിൽ നടന്ന സ്ഫോടനം, അതിന്റെ കാരണം? അവനാണ് കാരണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പിന്നെ എസ് പിയുടെ റിപ്പോർട്ടിലെ കാഞ്ചിയാർ തിലകന്റെ ഫയൽ അതങ്ങ് ക്ലോസ് ചെയ്തേക്ക്. നമുക്കതിനെ ആവശ്യമില്ല. ഓക്കെ? ഓക്കെ സാർ. Good morning, madam. Good morning. I am Siddharth, National Investigation Officer. പ്ലീസ്. Thank you. മാഡം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പറയൂ. ഇവരിവിടെ നിന്ന് പാസ് ഔട്ടായ സ്റ്റുഡൻസാ. മാഡത്തിന് ഓർമ്മയുണ്ടോ? ഇത് ശ്യാമും സുധിയും അല്ലേ? എനിക്കിവരെ നന്നായിട്ട് അറിയാം. പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു ഇവർ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മാഡത്തിന് അറിയാമോ? ശ്യാമിന്റെ അച്ഛൻ മിലിറ്ററിയിലാ, അമ്മ ടീച്ചറും. ഒറ്റ മോന. പക്ഷെ സുധിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശ്യാം ആളെങ്ങനെയാ? പഠിക്കുന്ന കാലത്ത് വല്ല പ്രശ്നങ്ങളും മറ്റും? ഏയ്, അവൻ നല്ല പയ്യനാ. എന്താണ് സാർ കാര്യം? നോ 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 നോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു മാഡം. DB3. മാഡം, ഇതാരാ ഉണ്ടാക്കിയത്? ശ്യാമാണോ? അല്ല, പിന്നെ മിട്ടു, സുധിയുടെ ബ്രദറാണവൻ. ഇന്നോവേറ്റീവായ പല കണ്ടുപിടുത്തങ്ങളും അവൻ നടത്തിയിട്ടുണ്ട്. സർ, ഇത് വെറും ഒരു ഡെമോ മാത്രമാണ്. സാർ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഇറ്റ്സ് ഓക്കെ. മിട്ടു. എന്റെ മകള് പ്രസവിച്ചിട്ട് 2 ദിവസമായി. എന്റെ കൊച്ചുമകളുടെ മുഖം കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് ഉണ്ടായില്ല. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോടൊക്കെ ചെയ്തത്? എന്താ നിന്റെ ഉദ്ദേശം? പറയാം. നീയൊക്കെ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം. സാധാരണക്കാരന്റെ ജീവനും കുടുംബത്തിനും പുഴുത്ത പട്ടിയുടെ വില പോലും നൽകാതെ നീയൊക്കെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം കൊണ്ട് തകർന്ന കുടുംബങ്ങൾക്കൊക്കെയുമായിട്ട് അവരുടെ കണ്ണുനീർ നിനക്കൊന്നൊരു വേദനയല്ല. മാനാഭിമാനം നഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ നിനക്കൊന്നൊരു ബാധ്യതയുമല്ല. അതൊന്നും നിങ്ങളെപ്പോലുള്ള ചെറ്റകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി അതൊന്നും നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. വിട്ടു ദാ വിളിക്കേ നിന്റെയൊക്കെ മുകളിലുള്ള കോപ്പന്മാര്. സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വില കൊണ്ട് നീയൊക്കെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഈ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുകയാ. ഒപ്പം നിന്റെയൊക്കെ ജീവനും. ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം പൊട്ടിത്തെറിക്കുന്ന മഹാസൗധങ്ങൾ. പാവപ്പെട്ടവന്റെ മേലെ സ്വൈര്യം കെടുത്തുന്ന നിന്റെയൊക്കെ പണിയുണ്ടല്ലോ, അതിന് മേലെ വേണ്ട. കോടികൾ കൊണ്ട് നീയൊക്കെ വളരുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ വേദന നീയൊന്നും കാണുന്നില്ല. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനൊക്കെ ഞങ്ങളെ പോലുള്ളവർ തന്നെയാണോ ഉത്തരവാദികൾ? ഞങ്ങളെ പോലുള്ള ആളുകൾ നടത്തുന്ന വ്യവസായം കൊണ്ട് സർക്കാരിനാണ് പ്രയോജനം. തന്നെയുമല്ല, അതിന്റെ ഒരു പങ്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാധാരണക്കാരന്റെ കുടുംബങ്ങളെ നശിപ്പിച്ച് നീയൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട. കോടികൾ ടാക്സ് കൊടുത്തിട്ട് തന്നെയാ ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്നത്. അത് തടയാൻ ആർക്കും ആവില്ല. നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടോ കൊന്നതുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും? ആര് പറഞ്ഞു പ്രയോജനമില്ലെന്നും? എനിക്ക് പണം വേണം, ഇല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്ന് പുഴുത്ത് ചാവും. നിങ്ങൾക്ക് എത്ര പണം വേണം? തന്റെയൊക്കെ ഒരു ദിവസത്തെ ലാഭം മാത്രം 2 കോടി. തന്നില്ലെങ്കിൽ
തന്നില്ലെങ്കിൽ ഇന്നിവിടെ തീരും നിങ്ങൾ രണ്ടുപേരും. ഒരു ഈച്ച പോലും അറിയാതെ നീയൊക്കെ സ്പിരിറ്റ് ഒളിപ്പിക്കുന്ന നിന്റെ ഈ ഗോഡൌണിൽ നിന്നെയൊക്കെ തളയ്ക്കാൻ സാധിച്ചെങ്കിൽ കാശ് അതുണ്ടാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആലോചിക്ക, മണിമാളികയിലെ സുന്ദരിമാരായ ഭാര്യമാരോടൊപ്പമുള്ള ജീവിതം വേണോ അതോ ഇവിടെ ചിന്തിച്ചിരുന്ന് കിടക്കണമെന്ന്? ഹലോ അശനെ, മിട്ടുവിന് പോലീസ് ഉണ്ടായിരുന്നോ? മത്തു ബേബിയോ? ആ ശരി, ഞാനിപ്പോ വന്നേക്കാം. ശരൺ, ദ ബോംബ് മേക്കർ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റായ മിട്ടു. പഠിക്കുന്ന കാലത്ത് ടൈം ബോംബിന്റെ ഡെമോ ചെയ്തു, വലുതായപ്പോ ഒറിജിനലും, അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല സർ. നീയും നിന്റെ അനുജത്തെയും കൂട്ടുകാരനും ഒക്കെ പഠിച്ച സ്കൂളിൽ ഞാൻ പോയിരുന്നു. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി നീ എത്ര ബ്രില്യൻ്റ് ആണെന്ന്. ചെറിയൊരു ബോംബ് പൊട്ടിച്ച് കാണിച്ച് നീ എല്ലാവരെയും ഞെട്ടിച്ചു. നിന്റെ പ്രിൻസിപ്പാൾ ഒന്നും മറന്നിട്ടില്ല. പിന്നെ നിന്റെ അനുജത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ കണ്ടെടുത്ത ബോംബ്. എങ്ങനെ, എന്തിന്, എല്ലാം പറയണം. പറയാം, ഞാനെല്ലാം പറയാം. ഞാൻ പറയാം. അന്ന് സുധിയുടെ ബാഗിൽ അബദ്ധത്തിൽ ഞാൻ ബോംബ് വെച്ചതാ. ഏട്ടാ ഞാൻ ഇറങ്ങുക. അമ്മ ഞാൻ പോയിട്ട് വരാവേ. ഞാൻ എത്തും മുമ്പ് തന്നെ അവള് ബാഗും കൊണ്ട് പുറത്തേക്ക് പോയി. ഈ കണ്ട ബാറുകൾ മൊത്തം ബോംബിട്ട് നശിപ്പിച്ച എന്തിനാ? ഇതൊക്കെ ചെയ്ത നീയല്ലേ? സുബ്രഹ്മണ്യെ കൊന്ന നീയല്ലേ? എന്നാ അല്ല, ഒന്നും അവരല്ല ചെയ്തത്, ഞാനാ. എല്ലാം ഞാനെന്ത് ഈ കൈകൊണ്ടാ ചെയ്തത്. എന്തിന് പറയാം. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. ഒരു സാധാരണക്കാരിൽ നിന്ന് വലിയൊരു ക്രിമിനലായി മാറി എന്റെ ജീവിതം. എന്റെ കുട്ടിക്കാലം വളരെ സന്തോഷം നിറഞ്ഞായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ കുഞ്ഞു പെങ്ങൾ. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അന്ന് പോരുന്നാളില്ല ഞങ്ങളുടെ ജീവിതം തകർന്നു പോയത്. പുതുശ്ശേരിക്കാവ് ഇ കെ പ്രഭാകരന്റെ ഭാര്യ വനജ. എന്നാ ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് കേളുങ്ക. അയാൾക്ക് എല്ലാത്തിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയും അനുജത്തിയും അയാളുടെ ചതിയിൽ ചെന്ന് ചാടുകയായിരുന്നു. കുട്ടിയോട് മാത്രം അകത്തേക്ക് വരാൻ പറഞ്ഞു. മോളിയല്ലേ, നമ്മുടെ മുതലാളിയല്ലേ, ചെല്ലു മോളെ. അവൾക്ക് പഠിക്കാനുള്ള കാശ് കൊടുക്കാനായിട്ടാ. ധൈര്യമായിട്ട് പറയാം. മോള് പൊക്കോ, അമ്മ ഇവിടെ തന്നെ ഉണ്ട്. പോക്കോ. कबीर सेठ, आपका गिफ्ट अभी आएगा. वाह, कितना खूबसूरत लड़की है. ये मेरे लिए आप गिफ्ट है. वाह माँ, वाह. കിട്ടവാ കിട്ടവാ, വാ മാ. ഇത് யாருன்னு தெரியுமா? பெரிய ஆளு, கபீர் சேட். சேட், இதுதான் நான் പറഞ്ഞ ആള്. നല്ല പഠിക്കും സാർ. മോളെ, ഇനി മുതൽ മോളുടെ പഠനത്തിന്റെ എല്ലാ ചെലവുകളും നോക്കുന്നത്
കബീർ ഭായി ആയിരിക്കും. മോൾക്ക് എന്നാ വേണ കേൾക്കാം. நல்ல ஆளம்மா, நல்ல ஆள். அழாதம்மா. என்னம்மா இப்படி இல்ல, போமா போ. சின்ன குழந்தை. കുറെ നേരമായി. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. என்னம்மா பசிக்குதா? உள்ள போய் சாப்பிடு. വേണ്ട. அப்படின்னா ஜூஸ் சாப்பிடமா? വേണ്ട പെരിയവരെ, എന്റെ മോള്. அது வந்து டேய் உள்ள போடா சோம்பேறி பசங்க. அம்மா ஒன்றுமே இல்லைம்மா, உங்களுக்கும் குடும்பத்துக்கும் நான் ஒருபாடு உதவி செய்திருக்கேன். எனக்கு வந்து கோடிக்கணக்கில் ரூபாய் ஆஸ்தி இருக்கு. ஆனாலும் மும்பையில் ஒரு சின்ன பிஸ்னஸ் பண்ணுறதுக்கு உங்களோட ஹெல்ப் எனக்கு வேணும். ഞാൻ പെരിയവർക്ക് എന്ത് സഹായം ചെയ്യാ? புரிய வைக்கிறேன். உள்ள என்னோட ஃப்ரெண்டு ஒரு பெரிய பிஸ்னஸ்காரர் இருக்கு. அவங்க நினைச்சா இங்க பாரு, என்னோட பிஸ்னஸ் வந்து இனியும் டெவலப் பண்ணலாம். ஆனா அதுக்காக உன்னோட பொண்ணை கொஞ்சம் அட்ஜஸ்ட் பண்ணணும். അയ്യോ, എന്റെ മോള്. என்ன நாடி சத்தம் போட்டா கொன்னுடுவேன். बैठिए अंदर है. ഇവിടെ വന്നിരേ. എന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. എന്റെ അനുജത്തി ഭ്രാന്തിയായി മാറി. ഇതൊക്കെ വിധിയെന്ന് കരുതി സമാധാനിക്കണോ? ഒരു വിഡ്ഢിയെ പോലെ നോക്കി നിൽക്കണോ? ഇതിനൊക്കെ പകരം ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. വ്യാജ മദ്യം എത്തിച്ച മത്ത് ബേബിയെ ഞാൻ കണ്ടു. ഒരു സിഗരറ്റ്. അയാളെ പിന്തുടർന്ന് താമസ സ്ഥലം ഞാൻ കണ്ടെത്തി. അങ്ങനെയാണ് ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി എത്തിയത്. ഇലക്ട്രോണിക്സ് ബിരുദം നേടി മിട്ടുവിന്റെ ജീവിതവും എന്നെപ്പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവനെയും കൂടെ കൂട്ടി. ഞങ്ങൾ പല ദിവസങ്ങളും ആരുമറിയാതെ ഒത്തുകൂടി. ഒടുവിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. അബ്കാരികൾ തടവിലാക്കി. ആദ്യം പണമുണ്ടാക്കി, പിന്നെ ശത്രുക്കളെ ഉന്നം വെച്ചു. ബോംബ് ബ്ലാസ്റ്റിങ്ങിലും മിട്ടുമിടുക്കനായതുകൊണ്ട് ഞങ്ങൾ പല ഷാപ്പുകളും ബാറുകളും തകർത്തെറിഞ്ഞു. കൊന്നുകളഞ്ഞു ഞാൻ. എന്റെ ഈ കൈകൊണ്ട് തകർത്തു ഞാൻ ഓരോ ബാറുകളും. സുബ്രഹ്മണ്യനെ എങ്ങനെ നിങ്ങൾ കൊന്നു? ബാറുകൾ എങ്ങനെ ബോംബ് വെച്ച് തകർത്തു? ചെറായിയെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ആദ്യം മത്ത് ബേബി വലയിലാക്കി. ഞങ്ങൾ പറയുന്ന പോലെ തന്നെ താൻ പറയണം. അനുസരിച്ചില്ലെങ്കിൽ ഈ ഒരു റിമോട്ട് തീരും നിന്റെ ജീവിതവും സ്പിരിറ്റ് വെച്ചോളൊക്കെ. നിങ്ങൾ എന്തോ ഈ പറയുന്നത്?
അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇപ്പൊ എനിക്ക് കാഞ്ചിയാർ തരകനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഞാൻ വിളിച്ചതൊന്നും അയാള് വരുത്തില്ല. വേണ്ട, പക്ഷെ തന്നെ കുറെ നാൾ കൂടെ നിർത്തിയല്ലേ, അതിന്റെ പേരിൽ ഒരു വിശ്വാസം തന്നോട് കാണാതിരിക്കില്ല. വിളിക്കയാളെ. ഞാൻ പറയുന്നത് പോലെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അയാളൊന്നും സമ്മതിക്കത്തില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. വിളിക്കണം. മിട്ടു, ഏതായാലും ഇവനൊന്നും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവനെ ജീവനോടെ വേണോ? വേണ്ട ചങ്ങാതി, ഇവനെ കൊന്നു കഴിഞ്ഞാൽ കുടുംബങ്ങൾ രക്ഷപ്പെടും. അയ്യോ അയ്യോ, വേണ്ട 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 വേണ്ട. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. പെരിയോരല്ലേ, പെരിയോരെ, പെരിയോർക്ക് എന്നോട് വൈരാഗ്യമായിരിക്കും. 7 വർഷം നന്ദിയില്ലാഞ്ഞിട്ടല്ല തരകനുമായി ഞാൻ കൂട്ടുകൂടിയത്. എൻ്റെ അത്യാഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോ പെരിയോര് തന്നെ എൻ്റെ എല്ലാം. നീ എണ്ണിക്കോ. 1, 2, 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. അതുക്കുള്ള ഫിനിഷ് പണിയിരിക്കും. நான் அங்க வந்தா உன் பிரச்சனை தீர்ந்துடுமா? இப்ப எங்க இருக்க நீ? சரி சரி, நான் அங்க வரேன். என்ன ரகசியம் உனக்கு என்னோட പറയാനുള്ളത്? അത് പെരിയോരെ, വാ, വണ്ടിയെ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കാം. പെരിയോരെ, 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 ഓടാ. അതിനുശേഷം എൻ്റെ ലക്ഷ്യം സഹോദരിയുടെ ജീവിതം തകർത്തവനായിരുന്നു. ഭാസ്കരേട്ടൻ വഴി അവനെയും കണ്ടെത്തി. മോനെ, അവനാണ് നമ്മളെ മോളെ നശിപ്പിച്ചത്. വിടരുതവനെ, ഇടിയവനെ കൊല്ലണം.
സാർ, എനിക്ക് മോഹങ്ങളില്ല, സ്വപ്നങ്ങളുമില്ല. ചെയ്ത കുറ്റങ്ങൾ ഞാൻ എവിടെ ഏറ്റു പറയാൻ തയ്യാറാ? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാ ക്രിമിനൽസിനും പറയാൻ ഓരോ ന്യായീകരണങ്ങൾ കാണും. ഇവർക്കും ഉണ്ട്. വ്യാജമദ്യം കഴിച്ച് മരണപ്പെട്ട അച്ഛനും സഹോദരനും, ആ നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി കുറെ ചലനമറ്റ ശരീരങ്ങൾ, ആത്മഹത്യ ചെയ്ത അമ്മ, ബലാത്സംഗം ചെയ്യപ്പെട്ട് ഒരു ഭ്രാന്തിയായി മാറിയ സഹോദരി, അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇവന്റെ ജീവിത വഴികളിൽ എല്ലായിടത്തും മദ്യത്തിന്റെ വൃത്തികെട്ട ഗന്ധം. ഈ നാട്ടിൽ മദ്യലഹരിയിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ കഥനകഥകൾ ആരും കാണുന്നില്ല. അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. മദ്യത്തിനടിമയായ എൻ്റെ അച്ഛൻ പാവം അമ്മയെ കെട്ടുതാലിക്ക് വേണ്ടി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഇതുപോലെ ചിറകറ്റ് വീഴുന്ന ഓരോരുത്തരുടെയും കണ്ണീരിന് പകരം ഈ ലഹരിയെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. താങ്ക് യു മിസ്റ്റർ സിദ്ധാർത്ഥ്. ഓക്കെ സർ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി.